Hi dear students, welcome to M Sigma 0 to Infinity batch. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം തോന്നും, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അല്ലേ, നമ്മുടെ അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാം കേട്ടിട്ടുള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബേസിക്സ് ഞാൻ നിങ്ങൾ ആദ്യം പഠിപ്പിക്കും. ഓക്കെ, ബേസിക്സ് പഠിപ്പിക്കും. ബേസിക്സ് പഠിപ്പിച്ചതിന് ശേഷം എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് പഠിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിൽ എല്ലാവരും നമ്മുടെ വീട്ടിൽ കറണ്ട് എത്തുന്നുണ്ട് അല്ലേ, അപ്പോൾ നമ്മളവിടെ എന്താണ് ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്തിട്ടുണ്ട്, കോപ്പർ വയർ, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഈ കോപ്പർ വയറിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഞാൻ കോപ്പർ വയറിനെ കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഇതാണ് കോപ്പർ വയർ. ഈ കോപ്പർ വയറിൻ്റെ പ്രത്യേകത എന്താ? ഈ കോപ്പർ വയർ എന്തിനെ കടത്തിവിടും? കറണ്ട് കടത്തിവിടും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക്കൽ സിഗ്നലിനെ കടത്തിവിടും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോപ്പർ വയറിൻ്റെ പ്രത്യേകത? ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ കടത്തിവിടും, അതായത് കറണ്ടിനെ കടത്തിവിടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുകയെ, അപ്പോൾ ഇതൊരു മെറ്റീരിയലാണ് അല്ലേ, കോപ്പർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ദാറ്റ് മെറ്റീരിയൽ പാസസ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നലിനെ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒപ്റ്റിക്കൽ എന്ന് പറയുന്ന ടേം, ഒപ്റ്റിക്കൽ എന്ന് കേട്ടാൽ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്തേ. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലാണ് അല്ലേ. എന്ത് മെറ്റീരിയലാണ്? ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താ? ആ മെറ്റീരിയൽ എന്താണ് പ്രത്യേകത? ആ മെറ്റീരിയലിലൂടെ കടന്നു പോകുന്ന എന്തായിരിക്കും? ലൈറ്റ് ആയിരിക്കും അല്ലേ. കോപ്പർ വയറൊക്കെ എന്തിനെ കടത്തിവിടും? ഇലക്ട്രിക് സിഗ്നലിനെ കടത്തിവിടും. അതായത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെറ്റീരിയൽ, വെറും മെറ്റീരിയൽ അല്ല, ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ. എന്താണ്? ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ. ഓക്കെ, എന്താണ്? ഒരു ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ ആണ് വിച്ച് ഗൈഡ് ദ ലൈറ്റ് ത്രൂ ദാറ്റ് മെറ്റീരിയൽ. അതായത് ലൈറ്റിനെ കടത്തിവിടുമെന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താണ് പറയുന്നത്? ലൈറ്റിനെ ഗൈഡ് ചെയ്ത്, കണ്ടോ, ഇതിനകത്തൂടെ കയറി ലൈറ്റ് ഗൈഡ് ചെയ്ത് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യും. അപ്പോൾ സിംപിളി പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? ലൈറ്റിനെ കടത്തിവിടും, അല്ലെങ്കിൽ ലൈറ്റിനെ ഗൈഡ് ചെയ്ത് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ലൈറ്റിനെ എത്തിക്കും. സോ ദിസ് ഈസ് കോൾഡ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡെഫിനിഷൻ എഴുതാം. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ? ഇറ്റ് ഈസ് എ ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽ which guide light through it. ഓക്കെ, ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബറിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സിംപ്ലി ഒന്നുമില്ല, ലൈറ്റിനെ കടത്തിവിടും. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടാകും, സാർ ഈ ലൈറ്റ് ഇങ്ങനെ പോയിട്ട് എങ്ങനെയാണ് ഇവിടെ പോയിട്ട് തിരിച്ചിടിച്ച് ഇവിടെ വരുന്നത്, എങ്ങനെയാണ് തിരിച്ചിവിടെ വരുന്നത് അല്ലേ. അതായത് വരുന്ന ലൈറ്റ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, കണ്ടോ, ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷന് ശേഷം പുറത്ത് വരുന്നു, കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പറയുന്നത് പ്രൊപ്പഗേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് ബേസിക്സ് അറിയണം. പണ്ട് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച ബേസിക്സ് ആണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് വേണ്ട ബേസിക്സ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സ്നെൽസ് ലോ. എല്ലാവർക്കും അറിയാം എന്താണ് സ്നെൽസ് ലോ പറയുന്നത്. നമ്മളൊരു മീഡിയം എടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് മീഡിയം. ഈ മീഡിയത്തിന് ഞാൻ വിളിക്കുന്നു എയർ എന്ന് പറയുന്ന മീഡിയം ഉണ്ട്. ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഞാൻ N1 എന്ന് വിളിച്ചു. ഓക്കെ, ഒരു മീഡിയം. അടുത്ത് ഞാനൊരു മീഡിയം കൺസിഡർ ചെയ്യുന്നു, മീഡിയം നമ്പർ 2. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്ലാസ് എന്ന് വിളിക്കാം. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ N2 എന്ന് വിളിക്കാം. നമ്മൾ സ്ഥിരം പറയുന്ന എക്സ്പെരിമെൻറ്റ് തന്നെയാണ്. ലൈറ്റ് ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ലൈറ്റ് ഇങ്ങനെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് ഒരു മീഡിയമാണ്, ഇത് വേറൊരു മീഡിയമാണ് അല്ലേ. അപ്പം ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈറ്റ് ഇങ്ങനെ പോകണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഈ ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യും. ഓക്കെ, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ ഡിഫറെൻറ്റ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യും. എങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്? ഞാനൊരു എക്സാമ്പിൾ, ബെൻഡിങ് കണ്ടോ, ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ വരച്ചു. ഓക്കെ, നോർമൽ വരച്ചു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈറ്റ് ഇങ്ങനെ പോകണമെന്നാണ്, പക്ഷേ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ ഉണ്ട്, ആംഗിളൊക്കെ മെഷർ ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ആംഗിൾ വിളിക്കുന്നവർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ θi അല്ലേ. ഈ നോർമലും ഈ ഇൻസിഡൻറ്റ് റേയുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇത് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്യുന്നു പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് നോക്കിയേ, ഇതാണ് റിഫ്രാക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്റ്റഡ് ലൈറ്റ്, ഈ ആംഗിളിനെ എന്ത് വിളിക്കാം? നോർമൽ ആയിട്ടുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ദാറ്റ് ഈസ് θr. ഓക്കെ,
ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ സ്നെൽസ് ലോ പറയുന്നത്? ഒന്നാമത്തെ മീഡിയത്തിൽ നിന്ന്, അതായത് എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സ്നെൽസ് ലോ പറയുന്നത് എന്താണ്? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡ് ബൈ, ഓക്കെ, സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? തീറ്റ ഐ ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഏതാണ് റിഫ്രാക്ഷൻ? നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ആംഗിൾ ഇതാണ് റിഫ്രാക്ഷൻ ആംഗിൾ. എത്രയാണ്? തീറ്റ ആർ. തീറ്റ ഐയും ഇവിടെ തീറ്റ ആർ ഈക്വൽ ടു, അതിൽ എന്തിന് ഈക്വൽ ആണ്? എന്താണ് പറയുന്നത്? ദാ ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് n2 ബൈ ഈക്വൽ ടു n2 ബൈ n1. n2 ബൈ n1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഫ്രം എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ എയർ എന്ന് പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? 1 ആണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. ഓക്കെ, n2 എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഫ്രം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ലൈറ്റ് ട്രാവൽസ് ഫ്രം, ഇവിടുത്തെ കേസിൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? റെയറർ മീഡിയം ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം n2, അല്ലെ, അതായത് മീഡിയം ടു ഡെൻസർ മീഡിയം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്, അല്ലേ? ഡെൻസർ മീഡിയം എന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. കണ്ടോ? ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വേവിനൊരു പ്രത്യേകതയുണ്ട്, ലൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. ലൈറ്റ് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? നോക്കിയേ, ശ്രദ്ധിച്ചേ, ഇങ്ങനെ ലൈറ്റ് വരുന്നു. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ നോർമൽ. കണ്ടോ? ഇതിനെ വിളിക്കുന്ന പേര് നോർമൽ. ലൈറ്റ് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? നോക്കി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ സ്ഥലത്തിൽ നിന്ന് കൂടിയ സ്ഥലത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ. കണ്ടോ? ഈ നോർമലിന് ടുവേഴ്സ് ആയിട്ട് ബെൻഡ് ചെയ്യും. എവിടെ നിന്നാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ. അപ്പോൾ തിരിച്ചാണെങ്കിലോ? ഇഫ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ, ഓക്കെ, ഡെൻസർ ടു റെയറർ, ഓക്കെ, ഡെൻസർ മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം. ഓക്കെ, അതായത് നമുക്കിപ്പം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതെന്താണ്? തിരിച്ചു പറയാം. ഓക്കെ, ശ്രദ്ധിച്ച്, ഇത് ഗ്ലാസ് ആണ്, ഡെൻസർ മീഡിയം, അല്ലെ, ഗ്ലാസ് ആണ്, ഇത് എയർ ആണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ. ഇവിടെ നോർമൽ വരച്ചു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരുമ്പോൾ ഈ റിഫ്രാക്ട് ചെയ്യുന്ന ലൈറ്റ് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ തിരിച്ചാണെങ്കിലോ? ഡെൻസറിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റിഫ്രാക്റ്റഡ് വേവ് നോർമലിൽ നിന്നും അകന്നു പോകും. ഓക്കെ, എങ്ങനെ ബെൻഡ് ചെയ്യും? നോർമലിൽ നിന്ന് അകന്നു പോകും. കണ്ടോ? അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ഐയും ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തീറ്റ ആറും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിൽ സ്നെൽസ് അപ്ലൈ ചെയ്തേ. അപ്പോൾ സൈൻ ഓഫ് തീറ്റ ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് തീറ്റ ആർ എന്ന് പറയുന്നത് ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് രണ്ടാമത്തെ മീഡിയം അല്ലേ? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഡിവൈഡ് ബൈ ഇതെന്താണ്? ഒന്നാമത്തെ മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുകയാണ്, അല്ലേ? അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നോക്കിയേ, നേരത്തെ ഇങ്ങനെയായിരുന്നു വീണത്, ഇപ്പം ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി. കണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതുമായിട്ട് നോക്കിയേ, ഈ ആംഗിളുമായിട്ട് നോക്കുമ്പോൾ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യും? നോർമലിൽ നിന്ന് വളരെ ദൂരോട്ട് പോയിക്കൊണ്ടിരിക്കും. കണ്ടോ? നോർമലിൽ നിന്ന് ദൂരോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ കൂട്ടി, അല്ലേ? വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ കൂട്ടി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അല്ലേ? ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയപ്പോൾ ഇതെന്ത് ചെയ്യും? നോർമലിൽ നിന്ന് അകന്നകന്ന അവസാനം ഇങ്ങനെയായി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് റിഫ്രാക്റ്റഡ് വേവ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി? 90 ഡിഗ്രി ആയി. കണ്ടോ? അപ്പോൾ ഞാനൊരു പുതിയൊരു ടേം പറയാണ്. ഫോർ എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അല്ലേ? ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സംഭവിക്കുമ്പോൾ ഈ റിഫ്രാക്റ്റഡ് വേവ് എന്ത് ചെയ്യുന്നു? റിഫ്രാക്റ്റഡ് വേവ് ട്രാവൽ പാരലൽ ടു ദ മീഡിയം, അല്ലേ? പാരലൽ ടു ദാറ്റ് ഇന്റർഫേസ്. ഫസ്റ്റ് മീഡിയവും സെക്കൻഡ് മീഡിയവും തമ്മിൽ ഇന്റർഫേസ് ഇതാണ്, ഇതിന് പാരലൽ ആയിട്ട് പോകും. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്
എന്താ സംഭവിക്കുന്നത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? 90 ഡിഗ്രി ആണ്. ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞാൽ, എന്താണ്? ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ റിഫ്രാക്റ്റഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഇമ്പാക്ട് എന്താണ്? ഈ വേവ്, റിഫ്രാക്റ്റഡ് വേവ് എങ്ങനെ പോകും? ഒന്നാമത്തെ മീഡിയം ഇത്, രണ്ടാമത്തെ മീഡിയം ഇത്, ഇതിന്റെ ബൗണ്ടറി ഇത്. റിഫ്രാക്റ്റഡ് വേവ് എങ്ങനെ പോകും? ഈ ബൗണ്ടറിക്ക് പാരലൽ ആയിട്ട് പോകും. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ, ഓക്കെ, റെപ്രസെന്റ് ചെയ്യുന്ന ആംഗിളിന് തീറ്റയും ക്രിട്ടിക്കലിന്റെ സിയും, തീറ്റ സി. ഓക്കെ, അപ്പോൾ പറഞ്ഞേ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഈ ആംഗിളിൽ വിളിക്കുന്ന പേരിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈസ് 90 ഡിഗ്രി. അപ്പോൾ എഴുതിക്കുകയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ഓക്കെ, കണ്ടോ? അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ഈ വേവ് എന്ത് ചെയ്യും? കണ്ടോ? ഈ വേവ് ആദ്യം ഇങ്ങനെയായിരുന്നു വേവ്, പിന്നെ വേവ് കുറച്ചുകൂടെ ബെൻഡ് ചെയ്ത് ഇങ്ങനെയായി, കുറച്ചുകൂടെ വേവ് ബെൻഡ് ചെയ്ത് ഇങ്ങനെയായി, അവസാനം വേവ് ബെൻഡ് ചെയ്ത് ഇങ്ങനെയായി ആണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഒരു ഡെറിവേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് എന്ത് വരും? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഏത് ആംഗിളിലാണ് ഇപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ ആംഗിളിലാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പം തീറ്റ സാധാരണ തന്നെ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ഡിവൈഡഡ് ബൈ N1. ഓക്കെ, അപ്പോൾ ഇവിടെ N2 ഏതാണ്? ഇത് ഗ്ലാസും ഇത് എയറുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇപ്പോൾ ഏത് ആംഗിളാണ് വീഴുന്നത്? ക്രിട്ടിക്കൽ ആംഗിളാണ് വീഴുന്നതെങ്കിൽ ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു തീറ്റ സി കൊടുക്കുക. അതായത് ഏത് ആംഗിളാണ്? ക്രിട്ടിക്കൽ ആംഗിളിലാണ് ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ തീറ്റ ആർ എന്തായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ തീറ്റ ഐക്ക് പകരം തീറ്റ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ ഓഫ് തീറ്റ സി ഡിവൈഡ് ബൈ തീറ്റ ആറിന് പകരം 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ 90 ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. ഓക്കെ, സൈൻ 90 എന്താണ്? 1 ആണ്. അപ്പം സൈൻ തീറ്റ സി ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു N2 ബൈ N1. സോ അവിടെ നിന്ന് സൈൻ തീറ്റ സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? N2 ബൈ N1 കൊണ്ട് കിട്ടും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫോമുലയാണ്. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ സി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സൈൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആവും. സോ തീറ്റ സി ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് N2 ബൈ N1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ഓക്കെ, തീറ്റ നോക്കി ശ്രദ്ധിച്ചേ. സൈൻ തീറ്റ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. ഇതാണ് ഫോമുല. ഈ ഫോമുല നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കണം. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു പ്രോസസ്സ് സംഭവിക്കണമെങ്കിൽ എപ്പോഴും വേവ് എവിടെ നിന്ന് ട്രാവൽ ചെയ്യണം? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട്. ഓക്കെ, റെയറർ മീഡിയത്തിലോട്ട് വേവ് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ നോർമലുമായിട്ട് തീറ്റ സി ഉണ്ടാക്കുമ്പോൾ വേവ് എന്ത് ചെയ്യും? ഇങ്ങനെ പോകും അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇങ്ങനെ ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്? ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം എന്താണ്? ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഓക്കെ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാണ് നോർമൽ. ആദ്യം ലൈറ്റ് ഇങ്ങനെ ഒന്ന് വീഴുന്നു. ഇങ്ങനെ വീഴുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു. അടുത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നു. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ആവുന്നു. വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? പാരലി പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വരയ്ക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ ആയപ്പോൾ ഇത് ഇങ്ങനെ പോയി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ ആയപ്പോൾ ഇത് ഇങ്ങനെ പോയി. ഓക്കെ, ഇങ്ങനെ പോയി. അടുത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും കൂട്ടിയാൽ ഈ വേവ് എന്ത് ചെയ്യും? ഇങ്ങനെ പോയ വേവ് എന്ത് ചെയ്യും? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് വേവും ഇതെന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ, ഇങ്ങനെ വന്ന് വീഴുന്ന ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും, ക്രിട്ടിക്കൽ ആംഗിൾ ആയുള്ള പ്രശ്നം എന്താ? ക്രിട്ടിക്കൽ ആംഗിളിലാണ് വീഴുന്നതെങ്കിൽ ഇങ്ങനെ വേവ് റിഫ്ലക്റ്റ് ചെയ്താൽ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ. ക്രിട്ടിക്കൽ ആംഗിളിലാണ് വീഴുന്നതെങ്കിൽ വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യും. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവ് എങ്ങനെ ട്രാവൽ ചെയ്യും? ഇങ്ങോട്ട് തിരിച്ച് ട്രാവൽ ചെയ്യും. അതായത് അതേ മീഡിയത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും.
ദിസ് പ്രോസസ് ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഈ വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് എന്ത് ചെയ്യും, ഇവിടെ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും, അതായത് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ, TET, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സോറി, TET അല്ലല്ലോ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, TIR അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഏത് ആംഗിൾ ഇൻസിഡൻറ്റ് ചെയ്യണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. കണ്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയാൽ എന്ത് സംഭവിക്കും, ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അത് മാത്രം മതിയോ, രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ, അല്ലേ? എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻസ്? ഒന്ന്, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുകയും വേണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എന്തൊക്കെയാണ്? ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യണം. അതുപോലെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ വരുന്ന വേവ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഓക്കെ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ലൈറ്റ്, ഓക്കെ, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഏത് മീഡിയം, ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് is greater than critical angle എന്ത് സംഭവിക്കും, critical angle, then incident light reflected back to the same medium. Okay, and this is called total internal reflection. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പം ഞാനൊരു ഒരു മീഡിയം വരയ്ക്കുന്നു. ഇതെന്താണ്, ഞാനിവിടെ എഴുതുന്നു ഡെൻസർ മീഡിയം. അപ്പോൾ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ N1 എന്ന് വിളിച്ചു, ഒന്നാമത്തെ മീഡിയം. ഇത് റെയറർ മീഡിയം, അതെന്താണ് N2. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുന്നു. ഓക്കെ, എന്താണ് ഇത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. കണ്ടോ, ഇതാ ഈ മീഡിയത്തിൽ വരുന്ന ലൈറ്റ് അതേ മീഡിയത്തിൽ തന്നെ തിരിച്ചു പോകുന്നു. ദിസ് ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ കണ്ടീഷൻസ് എന്താണ്, ഒന്ന്, N1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കണം. ഓക്കെ, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യണം. അതിൻ്റെ മീനിങ് N1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ θc, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. ദിസ് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാൻ എങ്ങനെയാണ്? ദാ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തോട്ട് ലൈറ്റ് കയറുന്നു. ഓക്കെ, രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലേ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ടും ട്രാവലും ചെയ്യണം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. കണ്ടോ, ഇവിടെ വരുമ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റിഫ്ലക്റ്റ് ചെയ്യും അതേ മീഡിയത്തിൽ. ഇവിടെ വരുമ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ റിഫ്ലക്റ്റ് ചെയ്യും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ്, ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ക്ലിയർ? അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അറിയണം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അറിയണം, എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് നോക്കാം. വർക്ക്, ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ നോക്കാം. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ടോട്ടൽ ഇൻറ്റേർണൽ. ഒന്ന്, ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് ട്രാവൽ ചെയ്യണം. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒപ്റ്റിക്കൽ ഫൈബർ നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ആണത്. ഓക്കെ, എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ? സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ആണ്. ഡൗട്ട് ഉണ്ടോ? അത് ട്രാൻസ്പാരൻ്റ് ആണ്. ട്രാൻസ്പാരൻ്റ് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും. ഓക്കെ, ഇതിനകത്ത് നോക്കി, അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് നോക്കി, ഇതൊരു സിലിണ്ടറാണ്. കണ്ടോ, ഇതൊരു സിലിണ്ടറാണ്. ഓക്കെ, ഈ സിലിണ്ടറിനെ വേറൊരു സിലിണ്ടർ കവർ ചെയ്തിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു സിലിണ്ടർ കാണും, അതിനകത്ത് വേറൊരു സിലിണ്ടർ കാണും. ഓക്കെ, അതുപോലെ ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കുവാണേ.
ഇത് കണ്ടോ, ഇതിനകത്ത് വേറൊരു സിലിണ്ടർ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഈ സെൻട്രൽ കാണുന്ന ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോർ. ഓക്കെ, അപ്പോൾ സെൻട്രൽ കാണുന്ന സിലിണ്ടറിനെ വിളിക്കുന്ന പേരാണ് കോർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പുറത്ത് കാണുന്ന സിലിണ്ടറിനെ വിളിക്കുന്ന പേരാണ് ക്ലാഡിംഗ്. ഓക്കെ, ക്ലാഡിംഗ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രത്യേകത എന്താണ്? ആദ്യം നമുക്ക് ഇത് തന്നെ എഴുതാം. എന്താണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ആദ്യം ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാൻസ്പാരൻറ്റ് cylindrical shaped material and inner part is called core. Okay, and outer part is called endana, called cladding. Okay, cladding. ഓക്കെ, ഇനി നമുക്ക് കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കണം. ഓക്കെ, കോർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ N1. ഓക്കെ, അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ്ങോ N2. എന്താണ് കണ്ടീഷൻ? ഒപ്റ്റിക്കൽ ഫൈബർ എങ്ങനെയാണ് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്? കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. അതായത് നമ്മുടെ കണ്ടീഷൻ N1 ഗ്രേറ്റർ ദാൻ N2 ആണ്. അതായത് കോറിൻ്റെ, അപ്പോൾ N1 എന്ന് വിടാം, ഇതിപ്പോൾ നമുക്ക് കോർ എന്ന് എഴുതാം, ഇവിടെ ക്ലാഡിംഗ് എന്ന് എഴുതാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കും. ക്ലാഡിംഗ്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലൈറ്റ് എങ്ങനെയാണ് ഇതുവഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഒരു ഇത് എടുക്കുകയാണ്, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, അതിനെ മുറിച്ചൊരു സെക്ഷൻ എടുക്കുകയാണെ. നമുക്ക് മുറിച്ചൊരു സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ? അതായത് ഇങ്ങനെ ഒരു സിലിണ്ടറിനെ നിങ്ങൾ ഇങ്ങനെ മുറിക്കുമ്പോൾ നിങ്ങൾ നടുക്കുള്ള പോർഷൻ കണ്ടോ, ഈ പോർഷൻ എന്താണ്? ഈ പോർഷൻ എന്ത് വിളിക്കാം? ഈ സെൻട്രൽ പോർഷൻ നമുക്ക് എന്ത് വിളിക്കാം? കോർ അല്ലേ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഈ പോർഷൻ വിളിക്കുന്ന പേരാണ് കോർ. ഓക്കെ, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? N കോർ. ഓക്കെ, ഈ പോർഷൻ വിളിക്കുന്ന പേരാണ് ക്ലാഡിംഗ്. ഓക്കെ, ക്ലാഡിംഗ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഞാനൊന്ന് ക്ലാഡിംഗ്. ഓക്കെ, ഇതും ക്ലാഡിംഗ് ആണ്. അപ്പോൾ നടുക്കത്തെ പോർഷൻ കോർ എന്ന് മനസ്സിലായി. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡ് എന്ന് എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് കണ്ടീഷൻ? കോറിൻ്റെ നടുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലും വെളിയിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. ഇനി നമുക്ക് നോക്കാം, ലൈറ്റ് ഇവിടെ വന്ന് എൻ്റർ ചെയ്യുന്നു അല്ലേ? ഇപ്പം നിങ്ങൾ തിരിച്ച് ലൈറ്റ് ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം കോർ ടു ക്ലാഡിംഗ് അല്ലേ? കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? കൂടുതൽ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഡെൻസർ മീഡിയം എന്ന് പറയാം അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും? റെയറർ മീഡിയം എന്ന് പറയാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച്, ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എവിടെന്നാ? ഇതാണ് കോർ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം അല്ലേ? ഡെൻസർ മീഡിയം കോറിന് ഭയങ്കര റിഫ്രാക്റ്റീവ് കൂടുതലാണ്, അപ്പോൾ ഡെൻസർ മീഡിയം ആണിത്, ഇത് റെയറർ മീഡിയം. അപ്പോൾ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എന്താ പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ വരയ്ക്കാം. ഇവിടെ ഞാനൊരു നോർമൽ വരച്ചു. ഓക്കെ, ഇവിടെ ഒരു നോർമൽ വരച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് ഇതാണ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയെക്കാളും, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാണെങ്കിൽ, ഓക്കെ, ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, നമ്മൾ പറയുന്നു വന്ന് വീഴുന്ന ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വരുന്ന റേസ്, ഓക്കെ, ഈ വരുന്ന റേസ് എന്ന് പറയുന്നത്, ഈ വരുന്ന ലൈറ്റ് അതേ മീഡിയത്തിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും. കണ്ടോ, അതേ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അതേ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്യും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ വരുന്നു. അടുത്ത് ഇവിടെ വരുമ്പോഴും എന്ത് സംഭവിക്കും? ഇവിടെ വരുമ്പോഴും ലൈറ്റ് എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഇതുണ്ടോ, ഇത് കോറിൽ നിന്ന് ഇവിടെ കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക്. അപ്പോൾ ഡെൻസർ ടു റെയറർ. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും അതേ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യും. കണ്ടോ, അപ്പോൾ കണ്ടോ, ഇങ്ങനെ വേവ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. കണ്ടോ, അപ്പോൾ ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ വർക്കിംഗ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് നീഡ്. ഓക്കെ, അപ്പോൾ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡെൻസർ മീഡിയം.
ഓക്കെ. അതുപോലെ ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാഡിംഗ് എന്ന് പറയുന്നത് റെയറർ മീഡിയം. ഓക്കെ, റെയറർ മീഡിയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമുക്ക് പറയാം when light enter into the optical fiber. ഓക്കെ, എഴുതാം. when light enter into the optical fiber, ഓക്കെ, ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രാക്കറ്റിൽ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം, ദാറ്റ് ഈസ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എവിടെയാണ്? കോർ ടു ക്ലാഡിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് ലൈറ്റ് എന്താണ്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു എവിടെയാണ്? റെയറർ മീഡിയം. ഓക്കെ, അപ്പോൾ ട്രാവൽ ചെയ്യുന്നു. അത് അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഈ വിടുന്ന ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് greater than critical angle theta c, കണ്ടോ? ക്രിട്ടിക്കൽ ആംഗിളേക്കാളും കൂടുതലാണെങ്കിൽ ദാറ്റ് ലൈറ്റ് വിൽ റിഫ്ലക്ട് ടു ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ happens. That is light എന്ത് ചെയ്യുന്നു? ലൈറ്റ് റിഫ്ലക്റ്റഡ് ടു ദ കോർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു. സോ ഇതുപോലെ മൾട്ടിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. ലൈറ്റ് എന്ത് ചെയ്യുന്നു? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ happens. ഓക്കെ, അതുപോലെ ഇത് സംഭവിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ലൈറ്റ് പ്രൊപ്പഗേറ്റ്. ഓക്കെ, പ്രൊപ്പഗേറ്റ്. ഇതാണ് ബേസിക് വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ. എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ലൈറ്റ് എവിടെ നിന്ന് എവിടെ ട്രാവൽ ചെയ്യണം? ഡെൻസറിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് തിരിച്ച് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇതിൽ പഠിക്കാനുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞത് ലൈറ്റ് അകത്തോട്ട് കടന്നതിന് ശേഷമുള്ള കാര്യം. ഇതാണ്ടോ, ലൈറ്റ് അകത്തോട്ട് കടന്നതിന് ശേഷമുള്ള കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുറത്ത് എന്താണ്? എയർ ആണ്. എയറിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടേം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആംഗിൾ. എന്താണ്? അക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എടുക്കുന്നു. ആ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ എടുത്തു. ഓക്കെ, ക്ലാഡിങ്ങും കോറും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്. കോർ, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ കോർ. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് എൻ കോർ എന്നും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻ ക്ലാഡിങ്. ഓക്കെ, എടുത്തു. ഇനി നമ്മളൊരു പുതിയൊരു ടേം പറയുവാണ്. സെൻട്രലിൽ കൂടെ പോകുന്ന ലൈൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ആക്സിസ്. എന്താണ്? ഒപ്റ്റിക്കൽ ആക്സിസ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, ലൈറ്റ് എവിടെ നിന്ന് എങ്ങനെ എൻ്റർ ചെയ്യുന്നത്? ഇവിടെ നിന്നാണ്, ഈ എൻഡിൽ നിന്നാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ആലോചിക്കുക. ഇവിടെ എന്താണ്? എയർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എയർ. ഓക്കെ, എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എന്തെങ്ങനെ എഴുതുന്നത്? എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ, എയർ. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിച്ച് ലൈറ്റ് എങ്ങനെ എൻ്റർ ചെയ്യുന്നു? ലൈറ്റ് ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെ? വിത്ത് റെസ്പെക്ട് ടു നോർമൽ അല്ലേ? അതായത് ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, തീറ്റ ഐ. ഓക്കെ, അല്ലെങ്കിൽ തീറ്റ മാറി, ഇപ്പോൾ നമ്മൾ തീറ്റ ഉപയോഗിച്ച് മടുത്തു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആൽഫ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി ശ്രദ്ധിച്ചേ, ലൈറ്റ് ഇവിടെ എയറിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് പോകുന്നു. വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ റിഫ്രാക്ഷൻ നടക്കും. ലൈറ്റ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈറ്റ് ഇങ്ങനെ പോകുമെന്നാണ്. പക്ഷേ ലൈറ്റ് ഉറപ്പായിട്ടും അങ്ങനെ പോവില്ല. ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിൽ നിന്ന്, എയറിൽ നിന്ന് കോറിലോട്ട് പോകുന്നു. അതായത് ചെറിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ എയറിൽ നിന്ന് ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിലേക്ക് പോകുന്നു. ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിലോട്ട് പോകുമ്പോൾ അത് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ടുവേഴ്സ് ദ നോർമൽ അല്ലേ? ടുവേഴ്സ് ദ നോർമൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യും. കണ്ടോ?
ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് നോർമലായിട്ടുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അതിനെ ഞാൻ ഇത് വിളിച്ചു തീറ്റ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, ഇനി ഇവിടെ ടോട്ടൽ ഇൻറ്റർണൽ റിഫ്ലക്ഷൻ ഇവിടെ അല്ലേ നടക്കുന്നത്, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ഇതാണ് തീറ്റ ഐ. ഓക്കെ, ഞാൻ അത് ക്ലിയർ ആയില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇതാ ഇവിടെ നമ്മൾ കോർ മാർക്ക് ക്ലാഡിങ് ആദ്യം മാർക്ക് ചെയ്യാം. ഇതാ ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ നടുക്കൂടെ പോകുന്നതാണ് ഒപ്റ്റിക്കൽ ആക്സിസ്. ഓക്കെ, നടുക്കൂടെ പോകുന്ന ആക്സിസ്. ഓക്കെ, ലൈറ്റ് എൻ്റർ ചെയ്യുന്നു, ലൈറ്റ് പുറത്തു നിന്ന് എൻ്റർ ചെയ്യുന്നു അല്ലേ, ലൈറ്റ് പുറത്തു നിന്ന് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ലൈറ്റ് ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ ആൽഫ എന്ന് വിളിച്ചു. ഓക്കെ, ആൽഫ. ഇവിടെ നിന്നാണല്ലോ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്, ലൈറ്റ് കയറുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈറ്റ് ഇങ്ങനെ പോകുന്നതാണ്, പക്ഷേ ലൈറ്റ് ചെറുതായിട്ടൊന്ന് റിഫ്രാക്ട് ചെയ്തു, ഇങ്ങനെ പോയി. ഓക്കെ ഓക്കെ അപ്പോൾ ഇതുമായിട്ടുള്ള ആംഗിളിനെ നമ്മൾ എന്ത് വിളിച്ചു, തീറ്റ. ഇനി ടോട്ടൽ ഇൻറ്റർണൽ റിഫ്ലക്ഷൻ നടക്കണമല്ലോ, അപ്പോൾ ടോട്ടൽ ഇൻറ്റർണൽ റിഫ്ലക്ഷൻ നടക്കാൻ ഞാനിവിടെ ഒരു നോർമൽ വരച്ചു. ഓക്കെ, നോർമൽ വരച്ചു. വേവ് എന്ത് ചെയ്യുന്നു, വേവ് ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ, വേവ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നു ആണേ. അപ്പോൾ നമുക്ക് ഇവിടെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാർക്ക് ചെയ്യാം. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഞാൻ തീറ്റ ഐ എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ, നോക്കി, ഈ പോയിന്റിന് എ, ഈ പോയിന്റിന് ബി, ഈ പോയിന്റ് സി. അപ്പോൾ ഇതിവിടെ എന്ത് കാണുന്നു, ഒരു ട്രയാങ്കുലർ കാണുന്നു അല്ലേ. അതായത് നോക്കി, എ ബി സി ഉണ്ടോ, എ ബി സി. ഈ ആംഗിൾ എന്താണ്, തീറ്റ. ഈ ആംഗിൾ എന്താണ്, തീറ്റ ഐ. ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ തീറ്റ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോക്കിയാൽ ഈ 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, തീറ്റ പ്ലസ് തീറ്റ, ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 അല്ലേ, തീറ്റ പ്ലസ് തീറ്റ 1 പ്ലസ് 90 ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ തീറ്റ കണ്ടുപിടിച്ച് വയ്ക്കാം. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 90 അപ്പുറത്തോട്ട് പോകുമ്പോൾ -90 ആവും, 180 - 90. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു തീറ്റ ആയി ഉണ്ട്, അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് തീറ്റ ആയി. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 90 മൈനസ് തീറ്റ ഐ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും നമ്മളൊന്ന് കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ അക്സെപ്റ്റൻസ് ആംഗിൾ, അക്സെപ്റ്റൻസിനെ സ്വീകരിക്കുക അല്ലേ. അതായത് ലൈറ്റ് ഇവിടെ എവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നു, എയറിൽ നിന്ന് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആംഗിൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഏതെങ്കിലും ആംഗിളിൽ കൂടെ ഏതെങ്കിലും ഒരു ആംഗിളിൽ കൂടെ ഒപ്റ്റിക്കൽ ഫൈബറിൽ വന്നാൽ അത് കയറിപ്പോവില്ല അല്ലേ. അപ്പോൾ അതിനൊരു ആംഗിൾ ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ ഡിഫൈൻ ചെയ്യുന്ന ആംഗിൾ എവിടെയാണ്, ഈ ഒരു എൻഡിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ഒപ്റ്റിക്കൽ ആക്സിസുമായിട്ടുള്ള ആംഗിൾ. അപ്പം അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് മാക്സിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഇവിടെ ഈ ആൽഫയ്ക്ക് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ സച്ച് ദാറ്റ് ഈ ലൈറ്റ് എന്ത് ചെയ്യണം, ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് കയറിപ്പോകണം. എന്താണ് ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദിസ് പോയിന്റ് അല്ലേ. ഈ ഒരു എൻഡിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് സച്ച് ദാറ്റ് മാക്സിമം വാല്യൂ ഓഫ് ആൽഫ സച്ച് ദാറ്റ് ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ദ ഒപ്റ്റിക്കൽ ഫൈബർ. അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്, നോക്കി, ഈ ആംഗിളാണ് മാക്സിമം ഏത് ആംഗിളിൽ വരുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നു, ഇത് ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് കടന്നു പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് ആംഗിൾ. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫ എം. ആൽഫ ഇവിടുത്തെ ആംഗിളാണ്, അതിൻ്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് ആംഗിൾ. അപ്പോൾ അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അക്സെപ്റ്റൻസ് ആംഗിൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. എന്താണ് അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ ഡെഫിനിഷൻ? ദ മാക്സിമം ആംഗിൾ എവിടെയാണ്, ആംഗിൾ അറ്റ് ദ വൺ എൻഡ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇവിടുത്തെ ആംഗിളാണ് വൺ എൻഡ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ സ്പെല്ലിംഗ് എഴുതി ഞാൻ തെറ്റിച്ചാണല്ലോ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ ഓക്കെ, optical fiber. Okay, one end of the optical fiber, the maximum angle at one end of the fiber with respect to ഏതുമായിട്ട് നോക്കുമ്പോഴാണ്, with respect to optical axis. എന്താണ്, ഒപ്റ്റിക്കൽ ആക്സിസുമായിട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം ആംഗിൾ സച്ച് ദാറ്റ് ലൈറ്റ് എൻ്റർ ഇൻ ടു ദ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ so that light enter
ഇൻറ്റു ദ എന്താണ് ലൈറ്റ് എൻ്റർ ഇൻറ്റു ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഫൈബറിൻ്റെ ഞാൻ സ്പെല്ലിംഗ് സോറി നേരത്തെ FIBER എഴുതി, തിരിച്ചാണ്, ഇതാണ് ഫൈബറിൻ്റെ സ്പെല്ലിംഗ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമുക്ക് ആ ആംഗിളിനെ വിളിക്കുന്ന പേരെന്താണ്? അക്സെപ്റ്റൻസ് ആംഗിൾ ആൽഫ എം. ഇതാണ് ആൽഫ എം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് ചോദിച്ചാൽ മനസ്സിലാവണം. ഇതാ നോക്കി, ഇവിടെ നിങ്ങൾക്ക് നോക്കിയേ ഏത് ആംഗിളിൽ നോക്കിയേ, ഇവിടെ പല ആംഗിളിൽ ഇത് ലൈറ്റ് ഇങ്ങനെ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചില ആംഗിൾ വരുമ്പോൾ ലൈറ്റ് എൻ്റർ ചെയ്യും, ചില ആംഗിൾ വരുമ്പോൾ ലൈറ്റ് എൻ്റർ ചെയ്യും, ചില ആംഗിൾ വരുമ്പോൾ ലൈറ്റ് എൻ്റർ ചെയ്യാൻ സാധ്യതയില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഏതോ ഒരു മാക്സിമം ആംഗിൾ, ഒരു മാക്സിമം ഇത്ര ഡിഗ്രി വന്നാൽ, ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ അക്സെപ്റ്റൻസ് ആംഗിൾ ഒരു 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ 45 ഡിഗ്രി വരെ വന്നാൽ ഇത് അകത്ത് കയറി പോകും. പക്ഷേ 45നേക്കാളും കൂടിയാലോ ആംഗിൾ വരുന്നത്? ഇപ്പം അക്സെപ്റ്റൻസ് ആംഗിൾ 45 ഡിഗ്രി, പക്ഷേ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് 50 ഡിഗ്രിയാണ്. ഒരിക്കലും ലൈറ്റ് ഇതിനകത്ത് എൻ്റർ ചെയ്യില്ല. അതാണ് പറയുന്നത് മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ദ ലൈറ്റ് എൻ്റർ ഇൻ ടു ദ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇതിനെ വിളിക്കുന്നവരാണ് അക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാരാമീറ്റർ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ? ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറിക്കൽ അപ്പർച്ചർ നമ്മൾ സാധാരണ എഴുതുന്നത് NA എന്ന് എഴുതാറുണ്ട്. ന്യൂമറിക്കൽ അപ്പർച്ചർ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് ലൈറ്റ് വരുന്നു അല്ലേ? അപ്പം ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലൈറ്റ് ഗ്യാതറിങ് കപ്പാസിറ്റി, അതായത് എത്രത്തോളം ലൈറ്റിനെ അതിന് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദ ലൈറ്റ് ഗ്യാതറിങ് capacity of a optical fiber. Okay, optical fiber. Okay, അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? അക്സെപ്റ്റൻസ് ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഫോർമുലയുണ്ട്. ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സിംപ്ലി നിങ്ങൾ കണ്ണു അടച്ച് നിങ്ങൾക്ക് എഴുതാം സൈൻ ഓഫ് ആൽഫ എം. അതായത് അക്സെപ്റ്റൻസ് ആംഗിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈൻ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ന്യൂമറിക്കൽ അപ്പർച്ചർ കിട്ടും. ഓക്കെ, നമുക്കിതിൻ്റെ ഡെറിവേഷൻ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഡെറിവേഷന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഡയഗ്രം ഞാനൊന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ആദ്യം ഫോർമുല പറഞ്ഞുതരാം, എന്നിട്ട് നമുക്കത് ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോറിനെ എൻ കോർ എന്നും മറ്റേതിനെ എൻ ക്ലാഡിംഗ് എന്നും വിളിച്ചു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് ഡിറൈവ് ചെയ്യേണ്ടത്? ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, അതിൻ്റെ ആദ്യം അതിൻ്റെ ഡിറൈവ് ചെയ്യേണ്ട ഫോർമുല പറയാം. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ സ്ക്വയർ മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് സ്ക്വയർ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ എന്ന് പറയുന്നത് 0.5 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് എന്ന് പറയുന്നത് 0.1 ആണ് ഇരിക്കട്ടെ. അപ്പോൾ എങ്ങനെ ന്യൂമറിക്കൽ അപ്പർച്ചർ ഉണ്ട്? ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എന്താണ്? N1 കോറിൻ്റെ സ്ക്വയർ, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സ്ക്വയർ 0.5 സ്ക്വയർ മൈനസ് 0.1 സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഒന്നുകിൽ അക്സെപ്റ്റൻസ് ആംഗിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുത്താൽ മതി? സൈൻ എടുത്താൽ മതി. അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോറും ക്ലാഡിങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ സ്ക്വയർ മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് സ്ക്വയർ എന്നാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. നമുക്ക് ഈ ഒരു ഫോർമുല പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ എനിക്ക് എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ എന്നൊക്കെ എഴുതാൻ മടിയുള്ളതെന്ന് ഞാൻ ഇതിനെ N1 എന്ന് എടുത്തു, ഇതിനെ ഞാൻ എന്തെടുത്തു? N2 എന്ന് എടുത്തു. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഡിറൈവ് ചെയ്യണം. ഈ ഫോർമുലയാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പോയിന്റ്സ് എടുക്കാം. ഏതൊക്കെ പോയിന്റ്സാണ് എടുക്കുന്നത്? A എന്ന് പറയുന്ന പോയിന്റും B എന്ന് പറയുന്ന പോയിന്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ്. അപ്പോൾ ആദ്യം നമുക്ക് 2 പോയിന്റ്സിലും സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അപ്ലൈ സ്നെൽസ് ലോ അറ്റെവിടെയാണ്? അപ്ലൈ സ്നെൽസ് ലോ ആയിട്ട് പോയിന്റ് A. ഓക്കെ, പോയിന്റ് A എന്ന് പറയുന്നത് സ്നെൽസ് ലോ പറയുന്നത് എന്താണ്? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ആൽഫ ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ നോക്കി, വേവ് ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ഇങ്ങനെ റിഫ്രാക്ട് ചെയ്യുന്നു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതാണ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു എന്താണ് പറയുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒന്നാമത്തെ മീഡിയം. ഇവിടെ ഒന്നാമത്തെ മീഡിയം ഏതാണ്? ഇത് എയർ എന്ന് പറയുന്ന ഒന്നാമത്തെ മീഡിയം, ഇത് രണ്ടാമത്തെ മീഡിയം. രണ്ടാമത്തെ മീഡിയം എന്ന് പറഞ്ഞാൽ കോറാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ.
അല്ലേ? രണ്ടാമത്തെ മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഒന്നാമത്തെ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? കോർ എന്ന് പറഞ്ഞാൽ n1. ഓക്കെ, അല്ലെങ്കിൽ കോർ എന്ന് തന്നെ നമുക്ക് എഴുതി ശീലിക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ് സൈൻ ആൽഫ എം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു സൈൻ ആൽഫ എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ. അതാണല്ലോ ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൈൻ ആൽഫ എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? സൈൻ ആൽഫ ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഡിവൈഡ് ബൈ 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ന്യൂമറിക്കൽ അപ്പർച്ചർ ഇതാണ്. സോ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് സൈൻ ആൽഫ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോർ ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ തന്നെയാണ്. കോർ ഇൻറ്റു ഈ സൈൻ ഇങ്ങോട്ട് പോകുമ്പോൾ സൈൻ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് നോക്കിയേ, ഇവിടുത്തെ ഈ തീറ്റയുടെ വാല്യൂ പറഞ്ഞാൽ, തീറ്റ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 90 ഡിഗ്രി, ഈ ആംഗിൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 ഡിഗ്രി. അപ്പം നോക്കി ശ്രദ്ധിച്ചേ, ദാറ്റ് ഈസ് സൈൻ തീറ്റ. ഓക്കെ, തീറ്റ പ്ലസ് തീറ്റ ഐ പ്ലസ് 90 എന്ന് പറയുന്നത് 180. അവിടെ നിന്ന് തീറ്റ കിട്ടും. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 180 മൈനസ് 90 മൈനസ് തീറ്റ ഐ വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 മൈനസ് തീറ്റ ഐ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതുന്നു ഈറ്റ കോർ ഇൻറ്റു തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? 90 മൈനസ് തീറ്റ ഐ, സൈൻ 90 മൈനസ് തീറ്റ ഐ. ഓക്കെ, സൈൻ 90 മൈനസ് തീറ്റ ഐ, ദാ 90 മൈനസ് തീറ്റ ഐ എന്ന് വരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ ഈക്വൽ ടു കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ 90 മൈനസ് തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ എല്ലാവർക്കും അറിയാം. ഓക്കെ, 90 മൈനസ് ഇതാണ് 0, ഇത് 90 ഡിഗ്രി. 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് തീറ്റ അല്ലേ? കോസ് തീറ്റ. തീറ്റയുടെ വാല്യൂയുടെ ആംഗിൾ എന്താണ്? തീറ്റ ഐ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചറാണ് ഡിറൈവ് ചെയ്യേണ്ടത്. സൈൻ ആൽഫ എം ആണ്. ആൽഫ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ആംഗിൾ. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ആൽഫ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ എം കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ആൽഫ എം കിട്ടും. അതല്ലേ ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിക്കുകയെ, ദാ തീറ്റ ഐ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ? ഇതാണ് തീറ്റ ഐ. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുകയെ, എപ്പോഴാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്? ഇവിടെ വരുന്ന ലൈറ്റ് എപ്പോഴാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്? ആ വരുന്ന ആംഗിൾ ഒന്നുകിൽ ക്രിട്ടിക്കൽ ആംഗിളോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായാൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഉറപ്പായിട്ടും ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. സോ അപ്പോൾ നമുക്ക് എഴുതാം തീറ്റ ഐ, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ഇത് രണ്ടും നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ ഓഫ് ആൽഫയ്ക്ക് പകരം ആൽഫ എം, ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഇൻറ്റു കോസ് തീറ്റ ഐക്ക് പകരം എന്ത് വരും? തീറ്റ സി എന്ന് വരും. നമ്മൾ ഓൾറെഡി മുമ്പ് ഒരു ഫോമിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് അല്ലേ? ക്രിട്ടിക്കൽ ആംഗിൾ എന്താ നമ്മൾ പഠിച്ചത്? ക്രിട്ടിക്കൽ ആംഗിൾ പഠിച്ച ഓർമ്മയില്ലേ? അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് പോലെ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ, അല്ലെങ്കിൽ നമുക്ക് പറയാം, സോറി കോർ എന്നല്ലല്ലോ, ഇതാ നോക്കി, ഇതാ ഇങ്ങനെയാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് അല്ലേ? ഇത് കോർ അല്ലേ? ഇത് ക്ലാഡിംഗ്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ പറയുന്നത് സൈൻ തീറ്റ സി എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ ഓഫ് ആൽഫ എം ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഡിവൈഡ് ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ബൈ കോർ ആണ്. ഈ കോസ് തീറ്റയെ നമുക്ക് സൈൻ തീറ്റയുടെ ടേംസിൽ എഴുതാം. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ പറഞ്ഞ് ദാറ്റ് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ ഇവിടെ കോസ് ആണ്. അപ്പോൾ എന്ത് എടുക്കണം? കോസ് കിട്ടാനായിട്ട് ഇവിടെ കോസ് സ്ക്വയർ തീറ്റ നമുക്കറിയാം. അവിടെ നിന്ന് കോസ് കിട്ടാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ കോസ് തീറ്റ ഒന്ന് മാറ്റിക്കേ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി. ഓക്കെ, നമുക്ക് സൈൻ തീറ്റ സി നമുക്കറിയാം. സൈൻ തീറ്റ സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ സൈൻ തീറ്റ സി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് രണ്ടാമത്തെ മീഡിയം, അതായത് കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് രണ്ടാമത്തെ മീഡിയം എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്
കോർ അല്ല, ഇതാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ പഠിച്ചപ്പോൾ പഠിച്ച ഫോമുല. ഓക്കെ, അപ്പോൾ ആ ഫോമുല ഇവിടെ നമുക്ക് സൈൻ തീറ്റയ്ക്ക് പകരം ഈ ഫോമുല അപ്ലൈ ചെയ്യാം. സോ സൈൻ ഓഫ് ആൽഫ എം, ദാ ഈ ഇക്വേഷൻ സൈൻ ഓഫ് ആൽഫ എം ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ അതുപോലെ എഴുതി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ കൊടുക്കുക. ഓക്കെ, സൈൻ തീറ്റ അല്ല, ഇവിടെ സൈൻ സ്ക്വയർ ആണ്, അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫൈനൽ നമ്മുടെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ആൽഫ എം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ റൂട്ട് ഓഫ് 1 മൈനസ് ഇവിടെ എന്ത് വരും, ഇതിന് സ്ക്വയർ ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡ് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അല്ല ഇപ്പോൾ നമുക്ക് സ്ക്വയർ ഇവിടെയും ഇവിടെ ഇടാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടും. സൈൻ ആൽഫ എം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഇൻറ്റു റൂട്ട് ഓഫ് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എൻ സ്ക്വയർ കോർ മൈനസ് എൻ സ്ക്വയർ ക്ലാഡ് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ കോർ കിട്ടും. കണ്ടോ, ഇതിനൊന്ന് സിംപ്ലിഫൈ, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് വരും. ഇനി നിങ്ങൾ നോക്കിയേ, ഈ ഇവിടെ എൻ സ്ക്വയർ കോർ അല്ലേ, ഈ എൻ സ്ക്വയർ കോർ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ എന്താകും, ദാറ്റ് ഈസ് ഇവിടെ ഓൾറെഡി ഒരു എൻ കോർ ഉണ്ട്, ഇത് റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ എൻ സ്ക്വയർ കോറാണ്, അത് പുറത്ത് വരുമ്പോൾ എൻ കോർ ആവും. ഓക്കെ, റൂട്ട് ഓഫ് എൻ സ്ക്വയർ കോർ മൈനസ് എൻ സ്ക്വയർ ക്ലാഡ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഈ കോറും ക്യാൻസലായി ഫൈനൽ ആൻസർ കിട്ടും സൈൻ ആൽഫ എം നമുക്ക് കിട്ടി. എന്താണ് സൈൻ ആൽഫ എം എന്ന് പറയുന്നത്, എന്ത് കിട്ടി, സൈൻ ആൽഫ എം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എൻ സ്ക്വയർ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സ്ക്വയർ മൈനസ് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് എ ഫോർമുല, ദിസ് ഈസ് എ ഡെറിവേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. നോക്കിയേ, എന്താ നമ്മൾ ചെയ്തത്, ഡെറിവേഷൻ എന്താണ് ചെയ്തത്, ഈ പോയിന്റിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു, സ്നെൽസ് ലോ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സൈൻ ഓഫ് ആൽഫ ബൈ സൈൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതാണ്, ഇവിടുത്തെ എന്താണ്, കോറാണ്, സെക്കൻഡ് മീഡിയം ഇവിടെ എയർ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, സൈൻ ഓഫ് ആൽഫ ഡിവൈഡ് ബൈ സൈൻ ഓഫ് തീറ്റ എന്ന് റിഫ്രാക്റ്റീവ് സ്കോർ ബൈ 1. എന്നിട്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, സൈൻ ഓഫ് ആൽഫ എം എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതി, എൻ കോർ എഴുതി. ഇനി തീറ്റയൊക്കെ മാറ്റി 90 മൈനസ് തീറ്റ ആക്കി, കോസ് തീറ്റ എന്ന് കിട്ടി. കോസ് തീറ്റേനെ സൈൻ തീറ്റയുടെ ഫോമിൽ എഴുതുന്ന റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ വരും. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് തീറ്റ സി എന്ന് കൊടുക്കും, ആൽഫയ്ക്ക് പോലെ ആൽഫ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ആൽഫ എം കിട്ടും. ഈ ഫോമിൽ ഈ ഡെറിവേഷനെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഡെറിവേഷനും പഠിക്കണം, ഫോമുലയും പഠിക്കണം. ഫോമുല ഒന്ന് ഓർത്തിരുന്നത് എന്താണ് ഫോമുല, സൈൻ ഓഫ് ആൽഫ എം, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്താണ്, റൂട്ട് ഓഫ് എന്ത് വരും, എൻ സ്ക്വയർ. ഈ എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ആണെന്ന് അറിയാം. എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇതാണ് ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ഫോമുല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഷുവറായിട്ടും ചോദിക്കും. ഒന്നുകിൽ ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കും, ഡിറൈവ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കും. ഇനി നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോമുലയും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ശ്രദ്ധിച്ച്, ഇനി പറയുന്നത് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നുമില്ല, റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ എന്നാണ്. ഡെൽറ്റയുടെ ഫോമുലയും കൂടെ ഓർത്തിരിക്കുക, N1 മൈനസ് N2, അല്ലെങ്കിൽ N1 അല്ലല്ലോ, N കോർ. എപ്പോഴും ഇങ്ങനെ ഓർത്താൽ N മൈനസ് N ഡിവൈഡ് ബൈ N ആണ്. എവിടെ നിന്ന് എങ്ങോട്ടാണ് ലൈറ്റ് പോകുന്നത്, കോറിൽ നിന്ന്. നോക്കി, എവിടെ നിന്ന് എങ്ങോട്ടാണ്, കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കോറിൽ നിന്ന് എഴുതുക, മൈനസ് ക്ലാഡ്, താഴെ കോർ. ഓക്കെ, കണ്ടോ, ഇതാണ് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഈ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ന്യൂമറിക്കൽ അപ്പർച്ചർ തമ്മിലൊരു ഫോമുലയും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. ഫോമുല ചോദിക്കും, ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഇൻറ്റു റൂട്ട് ഓഫ് 2 ഡെൽറ്റ. ഈ ഫോമുലയും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ഫോമുലാസ് ആണുള്ളത്, ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാൻ സൈൻ ആൽഫ എന്ന് പറഞ്ഞൊരു ഫോമുലയുണ്ട്. അക്സെപ്റ്റൻസ് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ സൈൻ ആൽഫ സൈൻ എടുത്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി കോറും ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോമുല ഉപയോഗിക്കാം. ഇനി അവർ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാൻ ഈ ഫോമുല ഉപയോഗിക്കാം. അപ്പം എന്ത് ക്വസ്റ്റ്യൻ ആണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എക്സാമിന് ചോദിക്കുന്നത് എന്തായിരിക്കും, ഡിറൈവ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് എ എന്താണ്, ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് എ ഒപ്റ്റിക്കൽ ഫൈബർ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫോമുല പഠിക്കണം, ഈ ഡെറിവേഷനും പഠിക്കണം, ഫോമുലയും പഠിക്കണം. ഫോമുല ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസും ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്രോബ്ലം നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ന്യൂമറിക്കൽ അപ്പർച്ചർ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ഫോമുലാസ് എല്ലാം എഴുതാം. നമ്മളൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്, സൈൻ ആൽഫ എം എന്ന് പറഞ്ഞ ഫോമുല പഠിച്ചിട്ടുണ്ട്. അതുപോലെ റൂട്ട് ഓഫ് എന്താണ്
എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ. എവിടെ നിന്ന് എങ്ങോട്ടാണ് ലൈറ്റ് പോകുന്നത്? കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ ഒരു ഫോമുല പഠിച്ചിട്ടുണ്ട്. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഓഫ് കോർ ഇൻറ്റു റൂട്ട് ഓഫ് 2 ഡെൽറ്റ. ഇത് ഏതാണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഫോമുല കണ്ടുപിടിക്കാം. ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് അക്സെപ്റ്റൻസ് ആംഗിൾ. എല്ലാം കണ്ടു. അക്സെപ്റ്റൻസ് ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ, ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കണം ഓഫ് എ ഫൈബർ ഹാവിങ് കോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.5. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കോർ തന്നിട്ടുണ്ട്. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ്ങും തന്നിട്ടുണ്ട്. എന്നാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ്ങും തന്നിട്ടുള്ളതാണ് 1.45. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂമറിക്കൽ അപ്പർച്ചറിന് അക്സെപ്റ്റൻസ് ആംഗിൾ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കോറിൻ്റെതും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഫോമിൽ ഉപയോഗിക്കാം? ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ഈ ഫോമിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എന്താണ്? കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.5 അതിൻ്റെ സ്ക്വയർ മൈനസ് 1.45ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റ് എടുത്ത് എന്ത് കിട്ടും? ന്യൂമറിക്കൽ അപ്പർച്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തെന്താണ്? അക്സെപ്റ്റൻസ് ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അക്സെപ്റ്റൻസ് ആംഗിൾ ഇപ്പോൾ എക്സാമ്പിൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ഒരു 2 കിട്ടിയെന്നിരിക്കട്ടെ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, 2 കിട്ടിയെന്നിരിക്കട്ടെ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ ഫോമുല എന്താണ്? നമുക്കറിയുന്ന ഒറ്റ റിലേഷനുള്ളൂ. സൈൻ ആൽഫ എം എന്ന് പറയുന്നത് ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, ഇതാണ് അക്സെപ്റ്റൻസ് ആംഗിൾ. അപ്പോൾ അക്സെപ്റ്റൻസ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അക്സെപ്റ്റൻസ് ആംഗിൾ ആൽഫ എം ഈ സൈൻ അങ്ങോട്ട് പോകുമ്പോൾ ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, ഇത് 2 വേണ്ട, ഒരു 0.5 എടുത്തു. ഓക്കെ, എക്സാമ്പിൾ ഒരു 0.5 ആണ് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ ന്യൂമറിക്കൽ അപ്പർച്ചർ ഉണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറിക്കൽ അപ്പർച്ചർ എക്സാമ്പിൾ 0.5 ആണെങ്കിൽ ഇവിടെ എന്ത് ഇടുക? 0.5 ഇടുക. ഓക്കെ, അപ്പോൾ അക്സെപ്റ്റൻസ് ആംഗിൾ കിട്ടും. ഇനി എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഫോമിൽ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഇങ്ങനെ ഒരു ഫോമിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, സൈൻ ഓഫ് തീറ്റ സി എന്ന് പറയുന്നത്. അതായത് നോക്കിയേ, സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താണ്? രണ്ടാമത്തെ മീഡിയം അല്ലേ. ഇവിടെ കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ മീഡിയം ക്ലാഡിംഗ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് എന്താണ്? ക്ലാഡിംഗ് 1.45 ആണ്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? 1.5 ആണ്. എന്ത് കണ്ടുപിടിക്കണം? ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ തീറ്റ സി ഇവിടെ സൈൻ ഇപ്പുറത്ത് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആവും. ഓക്കെ, ദാറ്റ് ഈസ് തീറ്റ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1.45 ഡിവൈഡ് ബൈ 1.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ കണ്ടോ, ഒരു ക്വാണ്ടിറ്റി വെച്ച് തന്നെ ഒന്നോ രണ്ടോ ഫോമിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളും കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഒരു ഒറ്റ ഫോമുല മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ ഫൈബർ ഹാസ് ആൻ അക്സെപ്റ്റൻസ് ആംഗിൾ ഓഫ് 30 ഡിഗ്രി. എന്താണ് അക്സെപ്റ്റൻസ് ആംഗിൾ? അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏത് തന്നിട്ടുണ്ട്? ആൽഫ എം തന്നിട്ടുണ്ട്. എന്താണ്? 30 ഡിഗ്രി. ഓക്കെ, ആൻഡ് കോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.4. എന്താണ്? കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.4 ആണ്. കാൽക്കുലേറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. എന്ത് കണ്ടുപിടിക്കണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് കണ്ടുപിടിക്കണം അല്ലേ. ക്ലാഡിംഗ് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോറും ക്ലാഡിങ്ങും തമ്മിൽ പഠിച്ച ഫോമുലാസ് എല്ലാം നമുക്ക് എഴുതാം. നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ഫോമുല മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ആൽഫ എം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ. ഇവിടെ എന്ത് എഴുതും? കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ആൽഫ എമ്മിന് പകരം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്ലാഡിംഗ് കണ്ടുപിടിക്കണം അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. അപ്പം കോറ് തന്നിട്ടുണ്ട്, പിന്നെ ആൽഫ എം തന്നിട്ടുണ്ട് അല്ലേ. ആൽഫ എം തന്നിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നോക്കിയേ, സൈൻ ആൽഫയുടെ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ അല്ലെങ്കിൽ n1 കോർ സ്ക്വയർ മൈനസ് n സ്ക്വയർ ക്ലാഡിംഗ്. ഓക്കെ, സൈൻ 30 എന്താണ്? സൈൻ 30 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോറിൻ്റെ ഇത് തന്നിട്ടുണ്ട്. എന്താണ്? കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.4 ആണ്. അപ്പോൾ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സ്ക്വയർ 1.4ൻ്റെ സ്ക്വയർ മൈനസ് ക്ലാഡിങ്ങിൻ്റെ സ്ക്വയർ. ക്ലാഡിങ്ങിൻ്റെത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഞാൻ എക്സ് എന്നിട്ടു. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെ എൻ സ്ക്വയർ ക്ലാഡിംഗ്. നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഈ റൂട്ട് ഇവിടെ നിന്ന് പോകുമല്ലോ. 1/2ന് സ്ക്വയർ ചെയ്യുമ്പോൾ 1/4 ആകും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 1.4 സ്ക്വയർ മൈനസ് കണ്ടുപിടിക്കേണ്ട ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ട സാധനം ഇങ്ങോട്ട് കൊണ്ടുപോവുക. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ്ങിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1.4 സ്ക്വയർ മൈനസ് 1/4 വരും. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ക്ലാഡിങ് എന്ത് വരും?
ദാറ്റ് ഈസ് ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അല്ലെ, ഇവിടെ റിഫ്രാക്റ്റ് ഇൻഡെക്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കിട്ടാൻ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ 1.4 സ്ക്വയർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1.4 സ്ക്വയർ മൈനസ് 1/4. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കൊണ്ട് ക്ഷമിക്കണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ ഫോർമുല മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഉണ്ട്. ഫൈൻ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റ് ഇൻഡെക്സ്. എന്താണ് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റ് ഇൻഡെക്സിന്? നമ്മൾ പറയാം ഡെൽറ്റ. അല്ലേ, നമുക്ക് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റ് ഇൻഡെക്സിൻ്റെ ഫോർമുല നമ്മൾ ഓർത്ത് നോക്കി. നമ്മൾ ഒരു ഫോർമുല പഠിച്ചു, ന്യൂമറിക്കൽ അപ്പർച്ചർ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ എം എന്ന് പറയുന്നത് എന്താണ്? കോറിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 2 ഡെൽറ്റ. ഇവിടെ സൈൻ ഓഫ് ആൽഫ നമുക്കറിയാം, ആൽഫ എം തന്നിട്ടുണ്ട്. ആൽഫ എം എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ സൈൻ 30 അറിയാമല്ലോ, സൈൻ 30 അറിയാം. റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ അതും തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഡെൽറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. സൈൻ 30 നമുക്കറിയാം, റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ഡെൽറ്റ കണ്ടുപിടിക്കണം. ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കും? ഇതാ ഇവിടെ ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് അതുപോലെ ആ സൈഡ് ഇടുക, ഈ സാധനത്തിന് ഇങ്ങ് കൊണ്ടുവരിക. അതായത് സൈൻ 30 ഡിവൈഡ് ബൈ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2 ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് മാറണം. അപ്പോൾ രണ്ട് സൈഡും എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ 30 ഡിവൈഡ് ബൈ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പം ഈ റൂട്ട് അങ്ങ് പോവും. ദാറ്റ് ഈസ് 2 ഡെൽറ്റ. നമുക്ക് എന്താണ് വേണ്ടത്? ഡെൽറ്റയാണ് വേണ്ടത്. ഡെൽറ്റ വേണമെങ്കിൽ ഈ 2നെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഡെൽറ്റ ഈക്വൽ ടു സൈൻ 30 ഡിവൈഡ് ബൈ ഈറ്റ കോർ ദ ഹോൾ ഡിവൈഡ് ബൈ 2. ഈ 2 ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റ് ഇൻഡെക്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കിയേ. ഇത് നമുക്ക് നോക്കിയേ, കോർ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എന്താണ്? അടുത്ത പ്രോബ്ലം എന്താണ്? കോർ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1.5. അപ്പം കോർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 1.5. ഫ്രാക്ഷണൽ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഡെൽറ്റ തന്നിട്ടുണ്ട് എന്താണ്? 0.006. ഫൈൻഡ് ദ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. എന്ത് കണ്ടുപിടിക്കണം? ക്ലാഡിംഗ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയുന്ന ഫോർമുല എല്ലാം എഴുതാം. ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ഫോർമുല സൈൻ ആൽഫ എം. അതുപോലെ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ എന്ന് എഴുതി. ഇവിടെ കോറ്, ഇവിടെ ക്ലാഡിംഗ്. അല്ലേ, അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് ആൽഫ തന്നിട്ടില്ല, അപ്പോൾ ഈ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. എന്ത് തന്നിട്ടുണ്ട്? കോറ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ക്ലാഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ന്യൂമറിക്കൽ അപ്പർച്ചർ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഫോമുല ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് വേറെ ഫോമുല ഉണ്ട്. എന്താണ് നമ്മുടെ ഫോമുല? ഫ്രാക്ഷണൽ റിഫ്രാക്റ്റ് ഇൻഡെക്സ് നമ്മൾ വേറൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? എൻ കോർ മൈനസ് എൻ ക്ലാഡ് ഡിവൈഡ് ബൈ എൻ കോർ. ഇങ്ങനെ ഒരു ഫോമുല പഠിച്ചിട്ടില്ലേ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. ഓക്കെ, റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ തന്നിട്ടുണ്ട്. ഈ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഫ്രാക്ഷണൽ ഇതും തന്നിട്ടുണ്ട്, ഇതും കണ്ടിട്ടുണ്ട്. ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ അല്ലേ? ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ഇൻറ്റു റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ ഈക്വൽ ടു ബാക്കി വരുന്നത് എന്താണ്? റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ മൈനസ് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ആണ്. അപ്പോൾ അതിനെ ഈ സൈഡ് കൊണ്ടുവരിക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ ഡിവൈഡഡ് ബൈ എന്ത് വരും? റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ മൈനസ് ഡെൽറ്റ ഇൻറ്റു റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ. റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോർ തന്നിട്ടുണ്ട് എന്താണ്? 1.5 അല്ലേ? 1.5 തന്നിട്ടുണ്ട് മൈനസ് 1.5. റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഡെൽറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡെൽറ്റ എത്രയാണ്? 0.0006 വരും. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് കിട്ടും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനുള്ള ക്രിട്ടിക്കൽ ആംഗിൾ, ആൽഫ എം, ന്യൂമറിക്കൽ അപ്പർച്ചർ, ഇത്രയും നിങ്ങൾക്ക് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഉണ്ട്, റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് കോറും കിട്ടി. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പ്രീവിയസ് ചെയ്ത പ്രോബ്ലംസ് അങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾ ഷുവറായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ് ന്യൂമറിക്കൽ അപ്പർച്ചർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇനി പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ. ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ.
മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലേ. നമ്മളിപ്പോൾ മനുഷ്യരെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ജെൻഡർ വെച്ച് ക്ലാസിഫൈ അല്ലേ, നമ്മുടെ മെന്നും വുമണും അല്ലേ, അല്ലെങ്കിൽ ഗേൾ ബോയ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് പോലെ ഒപ്റ്റിക്കൽ ഫൈബറിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലും മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പം ആദ്യം എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കി, ഇതൊരു ഒപ്റ്റിക്കൽ ഫൈബറാണ്. ഒപ്റ്റിക്കൽ ഫൈബറാണ്. നടുക്കത്തത് എന്താണ്, കോറാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്നത് ഒപ്റ്റിക്കൽ ആക്സിസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണെന്ന് ആലോചിക്കുക. എന്താണ് ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെയുണ്ട്, എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഇത് നമ്മുടെ വൈ ആക്സിസ്, ഇത് നമ്മുടെ എക്സ് ആക്സിസ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലിൽ ഒരു ഗ്രാഫാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഗ്രാഫിൽ എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കിയേ, ഇതാണ് നോക്കി ശ്രദ്ധിച്ചേ, ഒപ്റ്റിക്കൽ ആക്സിസ്. ഇതുണ്ടോ, ഈ ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടോ, ഇതാണ് ഒപ്റ്റിക്കൽ ആക്സിസ്. ഈ ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇതിനെ വിളിക്കുന്ന പേര് ഇതാ കണ്ടോ, ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ എന്ത് വിളിക്കാം, റേഡിയസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെ റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, റേഡിയൽ ഡിസ്റ്റൻസ്. റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം എവിടെന്നാ, ഫ്രം ദിസ് ഒപ്റ്റിക്കൽ ആക്സിസ്. ഒപ്റ്റിക്കൽ ആക്സിസ്. അപ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ് പറയുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ റേഡിയൽ ഡിസ്റ്റൻസ് എടുക്കുന്നു, എക്സ് ആക്സിസിൽ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എക്സ് ആക്സിസിൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വരയ്ക്കാം. കണ്ടോ, ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് ഞാൻ നോക്കിയേ, ശ്രദ്ധിച്ച്. അപ്പോൾ ഇവിടെ എന്താ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, നോക്കിയേ, ഇതാ ഈ ഇതാ നോക്കിയേ, ഇതാ ഈ ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആണ്. കണ്ടോ, അതായത് ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പോകുന്തോറും ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ആണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ഇങ്ങോട്ട് പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇത് പെട്ടെന്ന് കുറഞ്ഞ് ഇങ്ങനെ കണ്ടോ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത്? ഓക്കെ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഇസ് എ പ്ലോട്ട് അല്ലേ. എന്താണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്? വൈ ആക്സിസ്, എക്സ് ആക്സിസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വൈ ആക്സിസിൽ എന്താ പ്ലോട്ട് ചെയ്യുന്നത്, റേഡിയൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഫ്രം ഒപ്റ്റിക്കൽ ആക്സിസ്. ഓക്കെ, ഒപ്റ്റിക്കൽ ആക്സിസ്. ഓക്കെ, ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വരച്ചു, ഇതാ ഇങ്ങനെ വരച്ചു. കണ്ടോ, ഇതൊരു എന്ത് ഷേപ്പാണ്, ഇത് നമ്മൾ വീട്ടിലെ പടി പോലെ ഇല്ലേ, സ്റ്റെപ്പ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്താണ്, സ്റ്റെപ്പ് ഷേപ്ഡ് ആണ്. ഇനി വേറൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഞാൻ വരയ്ക്കാം. നോക്കിയേ, നോക്കിയേ, ഇങ്ങനെ വരുവാണ്. കണ്ടോ, ഇതൊരു വേറൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ്. കണ്ടോ, അപ്പോൾ റേഡിയൽ ഡിസ്റ്റൻസ് ഈ നോക്കി ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു പോകുന്നു, പിന്നെ കോൺസ്റ്റന്റ് ആകുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതോറും കുറഞ്ഞു പോകുന്നു, പിന്നെ കോൺസ്റ്റന്റ് ആകുന്നു. അപ്പം ഇതൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ് അല്ലേ. അപ്പോൾ ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഇതാ എ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ എത്ര വഴിയുണ്ട്, എത്ര പാത്തുണ്ട് നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. നിങ്ങൾ പറയുകയാണ് ഒരു പാത്ത്. വേറൊരു സ്ഥലം നോക്കിയേ, എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യാൻ എത്ര പാത്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 3 പാത്തുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇപ്പം പറയുന്ന കൺസേൺ ആയിട്ടുള്ള ടേം എന്താണ്, നമ്പർ ഓഫ് പാത്ത് അല്ലേ, നമ്പർ ഓഫ് പാത്ത് ഫോർ ദ പ്രൊപ്പഗേഷൻ. എത്ര പാത്തുണ്ട്, ഇതിനെ വിളിക്കുന്ന പേരാണ് മോഡ്സ്. അപ്പോൾ മോഡ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, മോഡ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്പർ ഓഫ് പാത്ത് ഫോർ പ്രൊപ്പഗേഷൻ. എത്ര പാത്തുണ്ടെന്ന് നമുക്ക് മോഡ് ഒരു പാത്തുണ്ടാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാത്തുണ്ടാകാം. അതാണ് മോഡ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒപ്റ്റിക്കൽ ഫൈബറിനെ രണ്ട് രീതി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലിനെ ബേസ്ഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നു, അതുപോലെ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ, എത്ര പാത്ത് അവൈലബിൾ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. Classification of optical fiber based on എന്താണ്, based on refractive index profile. Refractive index ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, explain the classification of optical fiber based on refractive index profile. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ
അടുത്തത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഓക്കെ, എന്താണ് രണ്ട് ക്ലാസിഫിക്കേഷൻ? സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും. നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ അല്ലേ, നമുക്ക് എന്തിൻ്റെ ബേസ് ചെയ്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ തന്നെ വരയ്ക്കാം. നോക്കിയേ, ഒപ്റ്റിക്കൽ ആക്സിസും വരച്ചു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താണെന്ന് നോക്കിയേ, നമുക്ക് ആദ്യം റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കിയേ ഇതെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോറിനെ നമുക്ക് N1 എന്ന് വിളിക്കാം. എന്താണ് അപ്പോൾ N1 എന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. ഓക്കെ, N2 നമുക്ക് എന്ത് വിളിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. ഓക്കെ, അത്രയും വിളിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ നോക്കാം. എന്താണ് അതിൻ്റെ പേര്? സ്റ്റെപ്പ് ഇൻഡെക്സ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ പ്രൊഫൈൽ വരയ്ക്കുന്ന നോക്കി. ഇതാണ് കോറും ക്ലാഡിങ്ങിൻ്റെയും ദാറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് നോക്കി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. കണ്ടോ, ഇതിപ്പോൾ എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? ഇതിൻ്റെ പ്രൊഫൈൽ നോക്കിയേ. പ്രൊഫൈൽ നോക്കുമ്പോൾ ഇത് എന്ത് ഷേപ്പിലാണ്? ഇത് കണ്ടോ, സ്റ്റെപ്പ് ഷേപ്ഡ് ആണ് അല്ലേ. അപ്പോൾ അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് എ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സ്റ്റെപ്പ് ഷേപ്ഡ് ആയിരിക്കും. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി. ഇതാണ് അതിൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. ഇതിൽ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ നിങ്ങൾ നോക്കിയേ, ശ്രദ്ധിച്ചേ. ഇത്രയും പോർഷനാണ് എന്ത് പറയുന്നത്? കോർ എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? N1. കണ്ടോ, അപ്പോൾ ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് ദാറ്റ് ഈസ് N1. ഓക്കെ, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഇതല്ലേ ക്ലാഡിംഗ് എന്ന് പറയുന്നത്? ഈ പോർഷൻ അല്ലേ ക്ലാഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാഡിങ്ങിൻ്റെ പോർഷനിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ മാർക്ക് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് N2. അപ്പോൾ ഈ പോർഷൻ എന്താണ്? N2. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ, ഹിയർ സ്റ്റെപ്പ് ഇൻഡെക്സ് ഗ്രേഡഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ്, കോർ എന്ന് പറഞ്ഞ ഇതാണ്, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആണ്. കണ്ടോ, വേരി ചെയ്യുന്നില്ല. അതായത് ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുവാണ് അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ നിന്ന് ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് ഡിസ്റ്റൻസ് നോക്കിയേ, ഇവിടെ നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു മാറ്റവും ഇല്ല അല്ലേ. പെട്ടെന്ന് ഈ ഇൻ്റർഫേസിലെത്തി. ഈ ഇൻ്റർഫേസിനെ വിളിക്കുന്ന പേരെന്താണ്? ഇത് കോറാണ്, ഇത് ക്ലാഡിംഗ് ആണ്. കോറും ക്ലാഡിങ്ങും തമ്മിലുള്ള ഇൻ്റർഫേസ്. ആ ഇൻ്റർഫേസിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പെട്ടെന്ന് കുറഞ്ഞ്, കണ്ടോ, ഇങ്ങനെ കുറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒബ്സർവേഷൻ എങ്ങനെയാണ്? ഇഫ് യു ആർ ട്രാവലിംഗ് ഫ്രം ഒപ്റ്റിക്കൽ ആക്സിസ്, ഈ ഒപ്റ്റിക്കൽ ആക്സിസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. വെൻ ഇറ്റ് ഈസ് റീച്ചസ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും? പെട്ടെന്ന് കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ക്ലിയർ ആയോ? അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സ്റ്റെപ്പ് ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒബ്സർവേഷൻസ് എഴുതാം. എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്? ഒന്ന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, as എന്താ സംഭവിക്കുന്നത്? as distance from the optical axis increases the refractive index of the core will be constant. There will be a sharp decrease in refractive index at എവിടെയാണ്? core cladding interface. ഓക്കെ, അപ്പോൾ അവിടെ എഴുതാം as distance from optical axis increases, optical axis increases. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ഒപ്റ്റിക്കൽ ആക്സിസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് വരും? ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ ആക്സിസ് ഇൻക്രീസ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, കോൺസ്റ്റന്റ്. എവിടെ വരുമ്പോഴാണ് ഈ ഒരു ഭയങ്കരമായിട്ട് അബ്രപ്റ്റായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നത്? സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറ്റ് എവിടെയാണ്? കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻ്റർഫേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറ്റ് കോർ ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറ്റ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് അബ്രപ്റ്റ്ലി. ഓക്കെ, അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ നമുക്കായല്ലോ. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് സിംപ്ലി പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്തായിരിക്കും? സ്റ്റെപ്പ് ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ
പ്രൊഫൈൽ ഈസ് സ്റ്റെപ്പ് ഷേപ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? സ്റ്റെപ്പ് ഷേപ്ഡ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി എങ്ങനെയാണ് വേവ് ട്രാവൽ ചെയ്യുന്നത്? ലൈറ്റ് ഇതിനകത്ത് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈറ്റ് വിൽ ബി ട്രാവൽ ഫ്രം എന്താണ് ഇങ്ങനെയായിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഫ്രം ഇങ്ങനെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ബാക്കി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ പറഞ്ഞില്ലേ, ആ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇതെന്താണ്? സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിൽ. അടുത്ത് വരുന്നത് എന്താണ്? ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിൽ. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ പ്രൊഫൈലിൽ ചെറിയ വ്യത്യാസമുണ്ട്, ബാക്കി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഓക്കെ, ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് വരച്ചു. ഓക്കെ, ക്ലാഡിങ് വരച്ചു, കോറും വരച്ചു, ഒപ്റ്റിക്കൽ ആക്സിസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി റിഫ്രാക്ട് ഇൻഡെക്സ് പ്രൊഫൈലും വരയ്ക്കാൻ പോവുകയാണ്. റിഫ്രാക്ട് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ റേഡിയൽ ആക്സിസ്, റേഡിയൽ ഡിസ്റ്റൻസ് ഇവിടെ എന്താണ്? റിഫ്രാക്ട് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ വരച്ച പ്രൊഫൈലിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കി, നേരത്തെ വരച്ചപ്പോൾ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ദ കോർ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതാ കണ്ടോ, റിഫ്രാക്ട് ഇൻഡെക്സ് കണ്ടോ, ഇങ്ങനെയാണ്. കോർ കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, എന്താണ് ഒബ്സർവേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലാഡിങ്ങിൻ്റെ വരുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. കണ്ടോ, ക്ലാഡിങ്ങിൻ്റെ വരുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ റിഫ്രാക്ട് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റിഫ്രാക്ട് ഇൻഡെക്സ് ഇവിടെ പറയുന്നത്? അതായത് ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന്, ശ്രദ്ധിച്ച് നോക്കിയേ, ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് ഈ റേഡിയൽ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കോറിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. കണ്ടോ, റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ദ കോർ റെഡ്യൂസസ് ആസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫ്രം ഒപ്റ്റിക്കൽ ആക്സിസ് ഇൻക്രീസസ്. ഇവിടെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കോറിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, അല്ലേ? അത് കഴിഞ്ഞിട്ട് കുറഞ്ഞൊരു പർട്ടിക്കുലർ പോയിന്റ് ക്ലാഡിംഗ് റിഫ്രാക്ട് ഇൻഡെക്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫൈബർ വിത്ത് ദിസ് കൈൻഡ് ഓഫ് എന്താണ്? റിഫ്രാക്ട് ഇൻഡെക്സ് പ്രൊഫൈൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എന്തൊക്കെയാണ് പറയുന്നത്. റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് കോർ, refractive index of core. Refractive index of core എന്താണ്? Core is represented by n1. Refractive index of cladding എന്താണ്? cladding എന്താണ്? n2. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു n1, ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു n2. കോറും മാർക്ക് ചെയ്തു, ക്ലാഡിങ്ങും മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? കോറിൻ്റെ എന്താണ്? ഒപ്റ്റിക്കൽ ആക്സിസ്. ഇതാണ് ഒപ്റ്റിക്കൽ ആക്സിസ്. ഒപ്റ്റിക്കൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഡിക്രീസസ് as radial distance increases. Radial distance from എവിടെന്നാ? From optical axis increases. Optical axis increases. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഒപ്റ്റിക്കൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന വെച്ചിട്ട് കുറയുന്നു. ഓക്കെ, ഇനി അടുത്ത ഒബ്സർവേഷൻ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇതിൽ വളരെ ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിൽ അതിൻ്റെ ഒബ്സർവേഷൻ ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് ഞാൻ പറയാം. ഓക്കെ, സാധാരണ ഒപ്റ്റിക്കൽ ഫൈബറിൽ എന്താ സംഭവിക്കുന്നത്? ഈ കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ വന്നിട്ടാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. പക്ഷേ ഈ ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിൽ ഈ കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ എത്തുന്നില്ല, അതിന് മുമ്പ് തന്നെ ഇതെന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. കണ്ടോ, ഇങ്ങനെയായിരിക്കും വേവ് പോകുന്നത്. കണ്ടോ, ഇതാണ് കോർ എന്ന് പറയുന്നത്. കോർ ക്ലാഡിംഗ് ഇന്റർഫേസ് അങ്ങ് എത്തുന്നില്ല, അതിന് മുമ്പ് തന്നെ വേവ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഒപ്റ്റിക്കൽ ഫൈബർ ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. ആദ്യം നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്താണെന്ന് എഴുതുക. ഇറ്റ് ഇസ് എ പ്ലോട്ട്. ഇൻ എക്സ് ആക്സിസ് we are representing refractive index, y axis we are representing radial distance from എന്താണ്? radial distance from optical axis. ഇതാണ് refractive index profile. Based on refractive index, optical fiber are classified into two, step index and graded index. അതിൽ തന്നെയുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിൻ്റെ പ്രൊഫൈൽ സ്റ്റെപ്പ് ഷേപ്ഡ് ആയിരിക്കും. ഗ്രേഡഡ് ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ. രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഫൈബറിനെ മോഡ്സ് ഓഫ് ആദ്യം ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ, ഇനി അടുത്ത് വരുന്നത് ബേസ്ഡ് ഓൺ മോഡ്സ്. അപ്പോൾ അടുത്ത് എഴുതിക്കുക ക്ലാസിഫിക്കേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്
ഇൻഡെക്സ് ബേസ്ഡ് ഓൺ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ ആദ്യം എന്താണ് മോഡെന്ന് മനസ്സിലാക്കണം. മോഡെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എത്ര പാത്തുണ്ട് അല്ലേ. ഇപ്പോൾ ലൈറ്റ് കോറിൽ നോക്കി, ലൈറ്റ് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. ലൈറ്റ് ഇത് നോക്കി, ഇവിടെ നിന്ന് ലൈറ്റ് ഇങ്ങനെ എൻ്റർ ചെയ്ത് കോറിൽ നിന്ന് എൻ്റർ ചെയ്ത് ക്ലാഡിങ്ങിലോട്ട് പോകുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട മോഡെന്ന് പറഞ്ഞാൽ എത്ര പാത്തുണ്ട്, ഈ ലൈറ്റിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എത്ര പാത്തുണ്ട്. അപ്പോൾ മോഡെന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതുന്നത് നമ്പർ ഓഫ് പാത്ത് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ഇതാണ് മോഡ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്ന സിംഗിൾ മോഡ് ഫൈബർ. എന്താണ് സിംഗിൾ മോഡ് ഫൈബർ? ഓക്കെ, അടുത്ത് വരുന്നത് മൾട്ടി മോഡ് ഫൈബർ. ആ പേര് തന്നെ എല്ലാം ഉണ്ട് അല്ലെ, ഞാനിനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ മോഡ് എന്ന് പറഞ്ഞാൽ എത്ര വഴിയുണ്ട്, ട്രാവൽ ചെയ്യാൻ എത്ര വഴിയുണ്ട്. സിംഗിൾ മോഡ് എന്ന് പറയുമ്പോൾ ആ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് എത്ര വഴി കാണും, ഒരു പാത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം സിംഗിൾ മോഡ് ഫൈബർ. ഓക്കെ, സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ഇപ്പം സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കറിയാം ഒറ്റ മോഡ്, അതായത് സിംഗിൾ പാത്ത് അവൈലബിൾ ഫോർ എന്താണ്, ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ഒരൊറ്റ പാത്തേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഒറ്റ പാത്രമുള്ള ഗുണം എന്താണ്? എക്സാമ്പിൾ ചെയ്യും, ഇങ്ങനെ ഒരു സിഗ്നൽ പോവുകയാണ് അല്ലേ. ഈ സിഗ്നൽ അറ്റുനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു പോകുക എന്നാണ്. അപ്പോൾ അറ്റുനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു പോകുക എന്നാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ ഒരു പാത്തേ ഉള്ളൂ. അപ്പോൾ അറ്റുനേഷൻ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. നോ അറ്റുനേഷൻ ഇൻ ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റിംഗ് ലൈറ്റ്. അതായത് ലൈറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞൊന്നും പോകുന്നില്ല. ഓക്കെ, അങ്ങനെ അറ്റുനേഷൻ ഇല്ലാത്തത് കൊണ്ട് അല്ലെ, നിങ്ങൾ നോക്കിയാൽ ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ വേവ് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാം അല്ലെ. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്താലും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയില്ല. അതുകൊണ്ട് സിംഗിൾ മോഡ് ഫൈബേഴ്സിനെ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? സിംഗിൾ മോഡ് ഫൈബർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് പ്രൊപ്പഗേഷൻ, അങ്ങനെ എന്തെങ്കിലും ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ എഴുതിയാലും തെറ്റില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒരൊറ്റ പാത്തേ ഉള്ളൂ, അവിടെ അറ്റുനേഷൻ ഇല്ല. സിഗ്നലിൻ്റെ സിഗ്നൽ ഇങ്ങനെ കുറഞ്ഞു നിങ്ങൾ നോക്കി, അതായത് നിങ്ങളിപ്പോൾ ഒരു ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് നോക്കി ശ്രദ്ധിച്ച്, ബക്കറ്റിൽ ചെറിയൊരു ഓട്ടം ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ബക്കറ്റും കൊണ്ട് ഒരാളിങ്ങനെ പോകുമ്പോൾ വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ, പക്ഷേ ആ ഓട്ടം ഇല്ലെങ്കിലോ, അയാൾ കൊണ്ടുപോകുമ്പോൾ വെള്ളം അതുപോലെ തന്നെ കാണും. അതാണ് അറ്റുനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു പോകും. പക്ഷേ സിംഗിൾ മോഡ് ഫൈബറിൽ കൂടിയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നോ അറ്റുനേഷൻ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. എന്താണ്, വളരെ അറ്റുനേഷൻ ഇല്ല. അതുകൊണ്ട് ആ വേവ് എന്ത് ചെയ്യും, കൃത്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. സോ സിംഗിൾ മോഡ് ഫൈബറിന് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത് വരുന്നത് എന്താണ്? മൾട്ടി മോഡ് ഫൈബർ. ഓക്കെ, മൾട്ടി മോഡ് ഫൈബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൾട്ടി മോഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ പാത്സ് ആർ അവൈലബിൾ. പ്രസൻറ്റ് for the propagation of light. ലൈറ്റ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി മോഡ് ഫൈബർ എന്ന്. ഒരുപാട് പാത്തുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇതാ വേവ് ഒരുപാട് പാത്തിലൂടെ പോകുമ്പോൾ അത് ഉറപ്പായിട്ടും അതിന് അറ്റുനേഷൻ ഉണ്ടാവും, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയാൻ സാധ്യതയുണ്ട്. സോ അറ്റുനേഷൻ ഈസ് പ്രസൻറ്റ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഒരു അനലോഗസ് ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ബക്കറ്റിൽ ഒരാൾ ബക്കറ്റും കൊണ്ട് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ഒരാൾ നടന്ന് പോവുകയാണ്. പക്ഷേ ഈ ബക്കറ്റിൻ്റെ താഴെ ഒരു ഓട്ടയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നതോടെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. അപ്പോൾ
അറ്റുനേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്ക് ഈ വെള്ളവും അയാൾ കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ തന്നെ ഈ വെള്ളം മുഴുവൻ കംപ്ലീറ്റ് തീരും അല്ലേ? അതായത് അറ്റുനേഷൻ ഉണ്ട്, മൾട്ടിമോഡ് ഫൈബറിൽ അറ്റുനേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ മൾട്ടിമോഡ് ഫൈബറിനെ നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ്? ഷോർട്ട് ഡിസ്റ്റൻസ് ആപ്ലിക്കേഷൻസ് അല്ലേ? യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്? സിംഗിൾ മോഡ് ഫൈബർ ഉണ്ട്, മൾട്ടി മോഡ് ഫൈബർ. സിംഗിൾ മോഡ് ഫൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പാത്തേ ഉള്ളൂ. മൾട്ടി മോഡ് ഫൈബർ എന്ന് മൾട്ടിപ്പിൾ പാത്സ് ഉണ്ടായിരിക്കും. അറ്റുനേഷൻ ഉണ്ടോ? അറ്റുനേഷൻ ഉണ്ട്. സോ അറ്റുനേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ജനറൽ ആയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനറിയാം. ഇനി ജനറൽ ആയിട്ട് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ്, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കൂടെ ഒരു ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിന് ട്രാൻസ്മിഷൻ ലോസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ബക്കറ്റിൻ്റെ കാര്യം തന്നെ ആലോചിക്കും. ബക്കറ്റ് നിറച്ച് വെള്ളമുണ്ട്. ഓക്കെ, ഒരു ഓട്ടയുള്ള ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ച് വാട്ടറേ കാണുകയുള്ളൂ. അതായത് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ലോസ് സംഭവിച്ചു അല്ലേ? ഇവിടെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്ന ബക്കറ്റും കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അവസാനം വരുമ്പം വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ അവിടെ ട്രാൻസ്മിഷൻ ലോസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കൂടെയാണ് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കി ഒരു ഓട്ടയില്ലാത്ത ബക്കറ്റിൽ വെള്ളമായിട്ട് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴും അത്രയും വെള്ളം തന്നെ കാണും. അവിടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അതാണ് ഒപ്റ്റിക്കൽ ഫൈബറും സിമിലർ ആണ്. നിങ്ങൾ നോക്കി ഓട്ടയില്ലാത്ത ബക്കറ്റ് പോലെ നിങ്ങൾ ലൈറ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സാധാരണ നിങ്ങൾ നോക്കി ഒരു കോപ്പർ വയറിൽ കൂടെ കറണ്ട് കടന്നു പോയാൽ എന്ത് ചെയ്യും? കുറേ ഹീറ്റായിട്ട് കുറേ ലോസ് ഉണ്ടാവും. അതുപോലത്തെ ലോസ് ഒന്നും ഒപ്റ്റിക്കൽ ഫൈബറിലില്ല. അപ്പം നമുക്ക് എഴുതാം. ഫസ്റ്റ്, നോ ട്രാൻസ്മിഷൻ ലോസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. 2, ഓക്കെ, ഇനി സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പം അറ്റുനേഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അറ്റുനേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, ഇതാ ഓട്ടോയുള്ള ബക്കറ്റ് അല്ലേ? ഓട്ടോയുള്ള ബക്കറ്റുമായിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതാ വെള്ളം നിറയുണ്ട്. ഓക്കെ, താഴെയാണ് ഓട്ടോ, അപ്പോൾ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരാൾ എന്ത് ചെയ്യണം? വെള്ളം നിറച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് വെള്ളം തീരും. ഓക്കെ, അങ്ങനെ ഒരു ഇടയ്ക്ക് വെച്ച് ഒരാൾ നിറച്ചു കൊടുക്കും, അടുത്ത് വീണ്ടും ഇങ്ങനെ കുറയും, അങ്ങനെ നിറയും. അപ്പോൾ ഫൈനലി ഡെസ്റ്റിനേഷനിൽ നിറച്ച് വെള്ളം എത്തണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ എന്ത് ചെയ്യണം? വെള്ളം നിറച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇതിങ്ങനെ ലോസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ലോസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും ഡീറ്റെയിലായിട്ടൊന്നും അറിയേണ്ട, നിങ്ങൾ മനസ്സിലാക്കുക ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത എന്താണ്? നോ ട്രാൻസ്മിഷൻ ലോസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചിന്തിച്ചേക്ക്, ലൈറ്റ് വളരെ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ? നമ്മൾ ട്രാവൽ ചെയ്യുന്ന പോലെ ലൈറ്റ് വളരെ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഈ ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് വളരെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബറിന് ഉപയോഗിക്കാം. ഓക്കെ, സോ ലൈറ്റ് ട്രാവൽസ് ട്രാവൽ വിത്ത് ഹൈ സ്പീഡ് ഇൻസൈഡ് ദ ഫൈബർ. സോ ഒപ്റ്റിക്കൽ ഫൈബർ ക്യാൻ ബി യൂസ്ഡ് optical fiber can be used optical fiber can be used for high speed data transmission ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ അറ്റുനേഷൻ കുറവാണെന്ന് പറഞ്ഞു. അപ്പം നോ അറ്റുനേഷൻ ഇൻ പ്രൊപ്പഗേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിന് പ്രത്യേക ലോസ് ഇല്ല, നിങ്ങൾക്ക് ഒരുപാട് ദൂരം ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അറ്റുനേഷൻ ഇല്ല, പോകുന്ന ഇതിന് അറ്റുനേഷൻ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു പോകുന്ന ഫിനോമിനൻ ഇല്ല. അതുപോലെ തന്നെ വളരെ സ്പീഡിലായിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. സോ നമുക്ക് ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്മിറ്റേഴ്സൊക്കെ ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോർഷനാണ് ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ? ഓക്കെ, അതിലൊരു ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു ടെലിഫോൺ സിസ്റ്റം. ഓക്കെ, ടെലിഫോൺ സിസ്റ്റം.
അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ടെലിഫോൺ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ ഇപ്പം ഞാൻ പണ്ടത്തെ ലാൻഡ് ഫോൺ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, വേറൊരാൾ ഇവിടെ നിന്ന് കേൾക്കുന്നു. ഓക്കെ, ഇതാണ് ഞാനൊന്നും ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലേ. ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുന്ന എന്താ, സ്പീച്ചാണ് അല്ലേ, എൻ്റെ വോയിസ് ആണ്. ഈ വോയിസിനെ എന്ത് ചെയ്യും, ഇവിടെ എത്തിക്കണം അല്ലേ, റിസീവർ ഇവിടെ ആയിരിക്കണം അല്ലേ. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ ബ്രദർ വേറൊരു സ്ഥലത്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഡിയോ സിഗ്നൽ അല്ലെങ്കിൽ സ്പീച്ച് സിഗ്നലിനെ ഇവിടെ എത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ ഞാൻ ഇവിടെ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്പുറത്തെ ആൾക്ക് കേൾക്കാൻ പറ്റുന്നത്, അവിടെ എവിടെയാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ യൂസ്? ഓക്കെ, അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീച്ച് സിഗ്നൽ. ഓക്കെ, ഈ സ്പീച്ച് സിഗ്നലിനെ ആദ്യം നിങ്ങൾ ഫോണിൽ, നിങ്ങളുടെ ലാൻഡ് ഫോണിലായിരിക്കുമല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്, പണ്ടത്തെ ലാൻഡ് ഫോൺ. ഓക്കെ, ലാൻഡ് ഫോണിൽ സംസാരിക്കുന്നു, അപ്പോൾ സ്പീച്ച് സിഗ്നലുണ്ട്. ഓക്കെ, അപ്പോൾ സ്പീച്ച് സിഗ്നലിനെ ഫസ്റ്റ് എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. നമുക്ക് അയക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയേ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സ്പീച്ച് സിഗ്നൽ, ഇങ്ങനത്തെ ഒരു സ്പീച്ച് സിഗ്നലിനെ എന്താക്കി മാറ്റും, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ഒരിക്കലും നമുക്ക് ഈ സിഗ്നലിനെ അയക്കാൻ പറ്റില്ല. സോ ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി മാറ്റും, ഒരു ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും, ഡിജിറ്റൽ പൾസ്. ഓക്കെ, ഡിജിറ്റൽ പൾസ് ആക്കി മാറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ്, ഒപ്റ്റിക്കൽ ഫൈബറാണ് പഠിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ പഠിക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ കടന്നു പോകുന്ന എന്തേ കടന്നു പോകുള്ളൂ, ലൈറ്റേ കടന്നു പോകുള്ളൂ. ഇപ്പോൾ ഇതെന്തായി, ഡിജിറ്റൽ പൾസായി. ഡിജിറ്റൽ പൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന വേവ് ഫോമാണ് ഡിജിറ്റൽ പൾസ്. ഇതൊരിക്കലും ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടന്നു പോകില്ല. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കടന്നു പോകാത്ത കൊണ്ട് നമ്മൾ എന്ത് പറയും, ഇതിനെ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ഡിജിറ്റൽ പൾസിനെ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ലൈറ്റാക്കി മാറ്റി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നു, ആ ഫോണിൽ നിന്നുള്ള എൻ്റെ സ്പീച്ചിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി, ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഡിജിറ്റൽ പൾസാക്കി. ഡിജിറ്റൽ പൾസ് ആയാൽ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടന്നു പോവോ, ഇല്ല, ലൈറ്റ് ആക്കണം. അപ്പോൾ ലൈറ്റ് ആയല്ലോ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് കൊടുക്കാം. ഓക്കെ, ഇതാണ് ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ അല്ലേ. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ. നമുക്കിനി ഓരോ പ്രോസസ്സ് നോക്കാം. ഈ സ്പീച്ച് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി ആര് മാറ്റും, നമ്മുടെ ലാൻഡ് ഫോൺ, നമ്മുടെ ഫോൺ മാറ്റും അല്ലേ, ടെലിഫോൺ മാറ്റും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി ആര് മാറ്റും, അതിനെ വിളിക്കുന്ന പേരാണ് എൻകോഡർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഫോണുണ്ട്, ആ ഫോൺ സ്പീച്ചിനെ ഇലക്ട്രിക്കലാക്കും, ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഡിജിറ്റൽ പൾസ് ആക്കുന്നവരാണ് എൻകോഡർ. ഓക്കെ, എൻകോഡർ. ഓക്കെ, ഈ ഡിജിറ്റൽ പൾസിനെ ലൈറ്റ് സിഗ്നലാക്കി മാറ്റണമല്ലോ. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ. ഓക്കെ, ഇതൊക്കെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാനിവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നു അല്ലേ, തിരിച്ച് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ഒപ്റ്റിക്കൽ ഫൈബർ വഴി ലൈറ്റ് വഴി കയറി. ഇനി നിങ്ങളുടെ ഫ്രണ്ട് വളരെ ദൂരെ ഇരിക്കുകയാണ്, അയാൾക്ക് എന്തേ മനസ്സിലാവുള്ളൂ, അയാൾക്ക് സൗണ്ട് കേൾക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്ത പ്രോസസ്സ് തിരിച്ച് ചെയ്യണം. ഇവിടെ ഇപ്പോൾ എന്താണ്, ഒപ്റ്റിക്കൽ ഫൈബറിൽ നിന്ന് എന്ത് കിട്ടും, ലൈറ്റ് കിട്ടും. ലൈറ്റിനെ അപ്പോൾ എന്താക്കി മാറ്റണം, ഇവിടെ ചെയ്ത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെയ്തു, അതേ ഓർഡറിൽ തിരിച്ച് ചെയ്യണം. ഈ ലൈറ്റിനെ എന്താക്കി മാറ്റണം, ഡിജിറ്റൽ പൾസാക്കി മാറ്റണം. ഓക്കെ, ഈ ഡിജിറ്റൽ പൾസിനെ എന്താക്കി മാറ്റണം, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റണം. ഓക്കെ, ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി മാറ്റണം, സ്പീച്ച് സിഗ്നലാക്കി മാറ്റണം. ഓക്കെ, കണ്ടോ? അപ്പോൾ എവിടെയാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ആപ്ലിക്കേഷൻ? ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചിട്ടല്ലേ ഈ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഈ ലൈറ്റ് വേവ് ഉപയോഗിച്ചിട്ടല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സ്പീച്ച് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി, ഡിജിറ്റൽ പൾസാക്കി, ലൈറ്റാക്കി മാറ്റിയാൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടത്തിവിടാൻ പറ്റും. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടത്തിവിടാനുള്ള ഗുണം എന്താ, ഓട്ടയില്ലാത്ത ബക്കറ്റാണ്, ലോസ് ഒന്നുമില്ല, വളരെ ദൂരെ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് കേൾക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ലൈറ്റിനെ ഇലക്ട്രിക്കലാക്കി മാറ്റി, ഇലക്ട്രിക്കലിനെ സ്പീച്ചാക്കി മാറ്റി. അപ്പോൾ നമുക്ക് നോക്കാം, ലൈറ്റിനെ ഡിജിറ്റൽ പൾസാക്കി മാറ്റുന്നതിനെ വിളിച്ച പേര് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ. ഇവിടെ വരുമ്പോൾ എന്ത് പറയും, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ ഡിറ്റക്ടർ. ഓക്കെ, ഫോട്ടോ ഡിറ്റക്ടർ. അപ്പോൾ ആ ഡിവൈസ് ഫോട്ടോ ഡിറ്റക്ടർ. ഇനി ഡിജിറ്റലിനെ ആണല്ലോ ഇലക്ട്രിക്കലാക്കി മാറ്റണം, ഇലക്ട്രിക്കലിനെ ഡിജിറ്റലാക്കി മാറ്റുന്നത് എൻകോഡറാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡീകോഡർ. ഓക്കെ, ഡീകോഡറിൽ നിന്ന് നേരെ ഇലക്ട്രിക്കൽ സിഗ്നലിനെ സ്പീച്ചാക്കി മാറ്റുന്നത് ഇവിടെ ആരാണ് മാറ്റിയത്, ടെലിഫോൺ. അപ്പം ഇവിടെയും ടെലിഫോൺ ആയിരിക്കും മാറ്റുന്നത്. അതായത് ടെലിഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ടെലിഫോൺ. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എവിടെ ഉപയോഗിക്കുന്നുണ്ടോ, ഒപ്റ്റിക്കൽ ഫൈബർ യൂസ്ഡ് ഇൻ ഏത് കമ്മ്യൂണിക്കേഷനാണ്, ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എഴുതുന്നു, ഒപ്റ്റിക്കൽ ഫൈബർ യൂസ്ഡ് ഇൻ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം.
സ്പീച്ച് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നതാണ് ടെലിഫോൺ. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ടെലിഫോൺ. ഓക്കെ, ടെലിഫോൺ. ഈ ടെലിഫോൺ എന്താ ചെയ്യുന്നത്? ഇവിടെ സ്പീച്ചിനെ എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കലിനെ എന്താക്കി മാറ്റും? ഡിജിറ്റൽ പൾസാക്കി മാറ്റും. അതിനെ വിളിക്കുന്ന പേര് എൻകോഡർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻകോഡർ വരച്ചു. ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഡിജിറ്റൽ പൾസാക്കി, ഡിജിറ്റൽ പൾസ്. ഓക്കെ, ഈ ഡിജിറ്റൽ പൾസ് ഇപ്പോൾ അയക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ എന്താക്കി മാറ്റണം? ലൈറ്റ് ആക്കി മാറ്റണം. അതിനെ വിളിക്കുന്ന പേര് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ. ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായി? ഇവിടെ ലൈറ്റായി. ഓക്കെ, ഈ ലൈറ്റിന് നമ്മൾ എവിടെ കൂടെ കടത്തിവിടും? ഒപ്റ്റിക്കൽ ഫൈബർ. കണ്ടോ? ഇപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ലൈറ്റ് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും എന്താണ്? ഈ ബ്ലോക്കിനെ വിളിക്കാം ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ. ഇതാ ഈ ബ്ലോക്കിനെ വിളിക്കുന്ന പേര് ട്രാൻസ്മിറ്റർ. ഇനി അത് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇനി റിസീവ് ചെയ്യണം. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തു. റിസീവിംഗ് സെക്ഷനിൽ എന്ത് വേണം? ഇവിടെ ലൈറ്റ് ആണ് വരുന്നത്. അതിനെന്താക്കി മാറ്റണം? ഡിജിറ്റൽ പൾസാക്കി മാറ്റണം. അതാരാണ് ചെയ്യുന്നത്? അതിനെ വിളിക്കുന്ന പേര് ഫോട്ടോ ഡിറ്റക്ടർ. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ലൈറ്റിനെ എന്താക്കി മാറ്റി? ഡിജിറ്റലാക്കി മാറ്റി. ഡിജിറ്റൽ പൾസ്. ഇനി നോക്കിയേ, ഇലക്ട്രിക്കലിനെ ഡിജിറ്റലാക്കിയത് എൻകോഡറാണ്. അപ്പോൾ ഡിജിറ്റലിനെ തിരിച്ച് ഇലക്ട്രിക്കലാക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡീകോഡർ. ഓക്കെ, ഡീകോഡർ. ഇനി എന്താണ്? ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായി മാറി? ഇലക്ട്രിക്കൽ സിഗ്നലായി മാറി. ഓക്കെ, അതായത് തിരിച്ച് ഇതേ പ്രോസസ്സ് തിരിച്ചു വേണം. ഇപ്പോൾ ഡിജിറ്റലിൽ നിന്ന് ഇലക്ട്രിക്കലിന് സ്പീച്ച്. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിന് ആര് മാറ്റും? ടെലിഫോൺ മാറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? സ്പീച്ച് സിഗ്നൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കുകയാണ് എക്സ്പ്ലെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സുകൾ എഴുതുക, ഓരോന്നിൻ്റെ വർക്കിംഗ് എഴുതണം. ടെലിഫോണിൻ്റെ വർക്കിംഗ് എന്താ? സ്പീച്ച് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. എൻകോഡറിൻ്റെ വർക്കിംഗ് എന്താ? എൻകോഡർ വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു ഡിജിറ്റൽ സിഗ്നൽ. അങ്ങനെ ഓരോ ബ്ലോക്കിൻ്റെയും വർക്കിംഗ് എഴുതുക. ഇനി 2-3 ആപ്ലിക്കേഷനും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ലൈറ്റ് ഇങ്ങനെ വളരെ സ്പീഡിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കാം? നമുക്ക് ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. അതായത് ഒപ്റ്റിക്കൽ ഫൈബർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഒപ്റ്റിക്കൽ ഫൈബർ യൂസ്ഡ് ഇൻ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി. ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂസ്ഡ് ഇൻ ലാൻ, അല്ലേ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ. അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പം ഒരു ലോക്കൽ ഏരിയയിലുള്ള 2-3 സിസ്റ്റം അല്ലെ 2-3 ഡിവൈസസിനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാം. ബാക്കി നിങ്ങൾ നെറ്റിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചത് ഒന്ന് ടെലിഫോൺ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട്, അല്ലെ? ഹൈ സ്പീഡ് ഇൻ്റർനെറ്റിന് വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാം. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്ന ഇവിടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നു. പിന്നെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 4-5 ആപ്ലിക്കേഷൻ പഠിച്ചിട്ട് പോവുക. ഇതിന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ചോദിക്കാം വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അതായത് ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് ചോദിക്കാം. വാട്ട് ആർ ദ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻസ് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ന്യൂമറിക്കൽ അപ്പർച്ചർ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ന്യൂമറിക്കൽ അപ്പർച്ചറിലെ പ്രോബ്ലംസ് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എക്സ്പ്ലെയിൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആൻഡ് ഗ്രേഡിയന്റ് ഇൻഡെക്സ് ഫൈബർ, അത് ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സിംഗിൾ മോഡ് ഫൈബർ, മൾട്ടി മോഡ് ഫൈബർ, അങ്ങനെ ഏത് ക്വസ്റ്റ്യൻസ് വേണോ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സെപ്റ്റ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ.